പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ ശ്രേഷ്ഠ നാമത്തിൽ, ധന്യനാമത്തിൽ ബഹുമാന്യ ദൈവദാസിമാർ, എന്റെ ശബ്ദം ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും, ഈവൻ നമ്മുടെ കൊച്ചു കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ അവർക്ക് വരെയും ക്രിസ്തു യേശുവിൽ സ്നേഹവന്ദനങ്ങൾ. എബനേസർ മലയാളം ഫെലോഷിപ്പിന്റെ അനുഗ്രഹിക്കപ്പെട്ട മീറ്റിങ്ങിനായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രിയ ഫെബാൻഡിക്കായിട്ട് ദൈവത്തിന് സ്തോത്രം, ദേവദാസനായിട്ട് സ്തോത്രം, ഇന്നത്തെ മീറ്റിംഗ് ലീഡ് ചെയ്യുന്ന നിമ്മി സിസ്റ്ററിനായിട്ട് സ്തോത്രം, എന്റെ പ്രിയ സിനി സിസ്റ്ററിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായിട്ടും സ്തോത്രം ചെയ്യുന്നു. ഒത്തിരി പേരെ ഞാൻ കാണുന്നു. എല്ലാവർക്കായിട്ടും സ്തോത്രം. 78 ഡിവൈസുകളുണ്ട്. പരിചയമുള്ളവര്, പരിചയമില്ലാത്തവര്, എന്നാൽ പ്രാർത്ഥനാ മുറിയിൽ പരിചയമുള്ള ഒത്തിരി പേരുണ്ട്. ഹല്ലേലൂയ. നാം ഓരോരുത്തരും പരസ്പരം ഓർത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. ഇന്ന് പകൽ നമുക്ക് ഒന്നിച്ചായിരിക്കുവാൻ ദൈവം തന്ന ഈ വിലയേറിയ അവസരത്തിനായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ഈ ഡിസംബർ മാസം 11-ാം തീയതി നമ്മെ കൂട്ടിക്കൊണ്ടുവരുന്നത് ദൈവത്തിന്റെ വലിയ പദ്ധതിക്കായി എത്ര പേർ വിശ്വസിക്കുന്നു? കർത്താവിന് സ്തോത്രം. കർത്താവിന്റെ വലിയ മഹത്വവും, ഹല്ലേലൂയ. എന്റെ ശബ്ദം ക്ലിയർ ആണല്ലോ? ശബ്ദം ക്ലിയർ ആണ്. കർത്താവിന്റെ വലിയ മഹത്വവും കർത്താവിന്റെ വലിയ തേജസ്സും ഇന്ന് പകൽ നമ്മുടെ മേല കർത്താവായിരിക്കും. കർത്താവ് തൊടാത്ത ഒരു വ്യക്തി പോലും ഇന്ന് ഇവിടുന്ന് മീറ്റിംഗ് കഴിഞ്ഞ് പോകത്തില്ല. ഇന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്യാമോ? കർത്താവ് സ്പർശിക്കാത്ത ഒരു വ്യക്തി പോലും ഇന്നത്തെ, കാരണം ദൈവത്തിന്റെ വചനം ജീവൻ ഒന്നുകിൽ പകരും, അല്ലെങ്കിൽ ചൈതന്യം വരുത്തും, അല്ലെങ്കിൽ രൂപപ്പെടുത്തിയെടുക്കും, അല്ലെങ്കിൽ ക്രമീകരിച്ചെടുക്കും. കർത്താവിന് സ്തോത്രം. എവിടെയാണോ ദൈവത്തിന് നമ്മെക്കുറിച്ച് നന്നായി അറിയാം. ഞാൻ ക്ലാസ്സുകളൊക്കെ പഠിപ്പിക്കുമ്പോൾ ഓരോ ക്ലാസ്സിലും പറയുന്ന കാര്യമായി, എല്ലാ ബൈബിൾ കോളേജുകളിലും പറയും, ദൈവവചനം പഠിപ്പിക്കുമ്പോൾ നമുക്ക് നമ്മെ അറിയാവുന്നതിനേക്കാളും കൂടുതൽ എന്റെ കർത്താവിന് നമ്മെ അറിയാം. അതുകൊണ്ട് ദൈവത്തിന്റെ വചനം എന്ന ആ പാഠശാലയിലേക്ക് കർത്താവ് നമ്മെ അങ്ങോട്ട് കയറ്റി, കർത്താവിന്റെ പരിശുദ്ധാത്മാവിനാൽ ഉളവാക്കുന്ന അതേ പ്രതീകത്താൽ, എന്നും പറഞ്ഞ കർത്താവിന് സ്തോത്രം. യോഹന്നാൻ സുവിശേഷം എഴുതിയത് പറയുകയാണ്, സകലതും അവൻ മുഖാന്തരം ഉളവായി. 3-ാം വാക്യം, ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല. വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഒന്നുമില്ലായ്മയിൽ നിന്നും ഇരുട്ടിൽ നിന്നും വെളിച്ചം ഉണ്ടായി എങ്കിൽ. ദൈവത്തിന് സ്തോത്രം. നമ്മെ ഉളവാക്കിയ കർത്താവ് നമ്മിൽ വസിക്കുന്നത്. ആ കർത്താവിന്റെ പ്രസൻസ് ആണ് നിറഞ്ഞു നിൽക്കുന്നത്. പരിശുദ്ധാത്മാവിന്റെ നിറവാണ് നിറഞ്ഞു നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഓരോ വ്യക്തികളെയും കർത്താവ് തൊടും, ഓരോരുത്തരുടെയും വിഷയങ്ങളുടെ മേൽ കർത്താവ് തൊടും. അതിനെല്ലാം അപ്പുറമായി കർത്താവിന്റെ ദാസി നിമ്മി സിസ്റ്റർ പറഞ്ഞ പോലെ വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ഇൻട്രൊഡക്ഷനാണ് കർത്താവിന്റെ ദാസി തന്നത്. ഈ ഒരു ഹല്ലേലൂയ കുറച്ചു ദിവസം കൂടെ ഉള്ളൂ നമ്മളുടെ വാഗ്ദത്തത്തിന്റെ ഹല്ലേലൂയ അടുത്ത വർഷത്തേക്ക് പ്രവേശിക്കാനായിട്ട്. എന്നാൽ ഈ വർഷം ഇനിയും പ്രാപിക്കുവാൻ കഴിയാത്തത് ഉണ്ടെങ്കിൽ ഈ ദിവസങ്ങളിൽ അതിനുള്ള സമയമാണ്. പ്രത്യേകിച്ച് ഇന്നത്തെ മീറ്റിംഗ് അതിനുള്ളൊരു വേദിയാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പഴയൊരു പാട്ടുണ്ട്, അനുഗ്രഹ മുറിയിൻ പൂട്ടുകൾ താനെ തുറപ്പാൻ. അനുഗ്രഹ മുറികളുടെ ദൈവത്തിന്റെ സ്വർഗീയ അനുഗ്രഹം, എഫേസ്യർ 1:3 നമുക്ക് എല്ലാവർക്കും കാണാതറിയാം. എൻ്റെ കൂടെ പറഞ്ഞു, സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹങ്ങളാലും ക്രിസ്തുവേശുവിൽ നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്നു. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പിതാവും ദൈവവുമായവൻ വാഴ്ത്തപ്പെട്ടവൻ. സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളാലും കർത്താവ് നമ്മെ അനുഗ്രഹിച്ചിരിക്കുകയാണ്. കർത്താവിന് സ്തോത്രം. നമ്മൾക്ക് ദൈവം തന്നിരിക്കുന്ന ബ്ലെസ്സിങ്സ് ആണ് അതെല്ലാം. അതേസമയം തന്നെ നമ്മെ ഞെരുക്കുന്ന, അതിലേക്ക് പ്രാപിക്കാതെ വണ്ണം വിശാലതയിലേക്ക് നയിക്കാതെ ഇടുക്കത്തിലേക്കും ഞെരുക്കത്തിലേക്കും കൊണ്ടുവരുന്ന വിഷയങ്ങളുടെ മേൽ ഇന്ന് പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ച് സ്വാതന്ത്ര്യം പ്രാപിച്ച് ഈ ദിവസങ്ങൾ, ഇന്ന് 11-ാം തീയതിയായി, 31-ാം തീയതിക്കകം ഒരു 20 ദിവസം, 19-20 ദിവസങ്ങളുണ്ട്. ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ചെയ്തെടുക്കേണ്ടതുണ്ട്, ഒത്തിരി കാര്യങ്ങൾ നേടിയെടുക്കേണ്ടതുണ്ട്. നമ്മുടെ കുടുംബത്തിന് വേണ്ടി പൊരുതുവാൻ ബലം ആർജിച്ചെടുക്കേണ്ട സമയമുണ്ട്. നമ്മുടെ ജീവനും ഭക്തിക്കും വേണ്ടി പൊരുതുവാൻ, ദൈവകൃപയ്ക്ക് വേണ്ടി അതിൽ നിലനിൽക്കുവാൻ വേണ്ടി പൊരുതുവാൻ കൃപയേറ്റെടുക്കേണ്ട സമയമുണ്ട്. ഭയങ്കര പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുകയാണ് ഈ മീറ്റിംഗില്. ഓരോ വ്യക്തികളെയും കർത്താവ് തൊടും, ഓരോ കുടുംബങ്ങളെയും കർത്താവ് തൊടും. കർത്താവിന്റെ സന്നിധിയിലേക്ക് നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കണം. നിങ്ങൾക്ക് വീഡിയോയിൽ വരാൻ കഴിയുന്നവരൊക്കെ വീഡിയോയിൽ വരണം. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഓരോരുത്തരോടും ഇടപെടും. ദൈവത്തിന് സ്തോത്രം. നമുക്ക് ഒന്നിച്ച് ദൈവസന്നിധിയിലേക്ക് ഏൽപ്പിക്കാം. കണ്ണുനീരോടെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഗാന ശുശ്രൂഷ ആരാധനയാണ് നമ്മൾ നടത്തിയത്. കർത്താവിന്റെ ദാസിയിൽ കൂടി ദൈവാത്മാവ് പാട്ടുകളിൽ കൂടി നമ്മോട് സംസാരിച്ചു. വന്ന ഓരോ വഴികളും ഒന്ന് തിരിഞ്ഞു നോക്കിക്കേ. കർത്താവിന് സ്തോത്രം. ഹൃദയം തകർന്നപ്പോൾ, മനസ്സ് തകർന്നപ്പോൾ, രോഗിയായപ്പോൾ, പ്രതിസന്ധിയിലൂടെ പോയപ്പോൾ കർത്താവ് കരം പിടിച്ച് വഴി നടത്തി. ഇന്ന് പകൽ പിന്നെയും കർത്താവ് പറയുകയാണ്, ഞാൻ നിന്റെ കരം പിടിച്ചിട്ടിട്ട് ധൈര്യമായിരിക്കും. അവൻ തിന്മയായിട്ട് ഒന്നും ചെയ്യത്തില്ല.
എന്ത് തിന്മയാണെന്ന് ദൈവസന്നിധിയിൽ ഇപ്പോൾ പറയുകയാണ്, എന്റെ കർത്താവെ, ഞാൻ കടന്നു പോകുന്നതിന് കഴിയത്തില്ല കർത്താവെ എന്ന് പറഞ്ഞ് തിന്മയാണെന്ന് പറഞ്ഞതിനെ നന്മയാക്കി കർത്താവ് രൂപപ്പെടുത്തിയെടുക്കുമെന്ന് സ്തോത്രം പറയാമോ? ഇപ്പോൾ നീ അനുഭവിക്കുന്ന തിന്മയെ നന്മയായി രൂപപ്പെടുത്തിയെടുക്കുവാൻ കഴിവുള്ളൊരു ദൈവമാണ് എന്റെയും നിന്റെയും കൂടെ ഇരിക്കുന്നത്. അവൻ തിന്മയൊന്നും ചെയ്യത്തില്ല, എല്ലാം നന്മയാക്കി മാറ്റുന്ന ദൈവം. അവൻ എന്തിനാന്നറിയാമോ? ഒന്ന് ഉടച്ചു പണിയെടുക്കാൻ, ഒന്ന് ഉടയ്ക്കുവാൻ, ഒന്ന് പണിതെടുക്കുവാൻ, നല്ല പാത്രമായി യജമാനന്റെ മഹത്വം വെളിപ്പെടുത്തുന്ന ബ്യൂട്ടിഫുൾ വെസലാക്കി തീർക്കാനാ കർത്താവ് ഇടയാക്കുന്നത്. എന്റെ കയ്യിൽ ഒരു കപ്പുണ്ട്. ദൈവത്തിന് സ്വന്തം. ഇതൊരിക്കലും ഒരു ക്ലേ ആയിരുന്നു, ഒരു വെറും മണ്ണ്, എവിടെയോ ഒരു സ്ഥലത്തുണ്ടായിരുന്ന ഒരു മണ്ണായിരുന്നു. ആ മണ്ണിനെ കുശവൻ രൂപപ്പെടുത്തിയെടുത്ത് അതിനകത്തെ എല്ലാം മാറ്റി ഏറ്റവും ഫൈനസ്റ്റ് പൗഡർ ആക്കി. ശ്രദ്ധിച്ചോണേ, അതിനകത്ത് ഒരു തരി പോലും ഇല്ലാതെ ഫൈനസ്റ്റ് പൗഡർ ആക്കി. കാരണം അത്രയ്ക്ക് സോഫ്റ്റ് ആയിട്ടിരിക്കണം. ഫൈനസ്റ്റ് പൗഡർ ആക്കിയ ശേഷമാണ് അരിച്ചെടുത്തു. ഒന്ന് പറയണേ, അരിച്ചെടുത്തു, എന്നെ ഡ്രെയിൻ ചെയ്തെടുത്തു, ഇനി അരിച്ചെടുക്കുന്നു. ദൈവത്തിന്റെ വചനം, ഹല്ലേലൂയ, യോഹന്നാൻ 15:3, ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനം മൂലം നിങ്ങൾ ഇപ്പോൾ ശുദ്ധിയുള്ളവരാകും. ദൈവത്തിന്റെ വചനം നമ്മെ ശുദ്ധീകരിക്കും, പരിശുദ്ധാത്മാവ് നമ്മെ ശുദ്ധീകരിക്കും, യേശുവിന്റെ രക്തം നമ്മെ ശുദ്ധീകരിക്കും. ഹല്ലേലൂയ. അങ്ങനെ ശുദ്ധീകരണത്തിന്റെ പ്രോസസ്സ് വളരെ ആഴമേറിയതാ. കർത്താവിന് സ്വന്തം. അങ്ങനെ ശുദ്ധീകരിച്ചെടുത്ത് കുശവന്റെ മനസ്സിലുള്ള പ്ലാൻ പ്രകാരം ഈ പാത്രത്തെ ആക്കിയെടുത്തു. ഞാൻ എപ്പോഴും ഈ ഗ്ലാസ് കാണുമ്പോൾ, ഈ കപ്പ് കാണുമ്പോൾ ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്. ഒരു പക്ഷേ ആദ്യത്തെ അദ്ദേഹത്തിന്റെ പദ്ധതിയിൽ ഇങ്ങനെ ആയിരുന്നില്ലായിരിക്കാം. അതിനെ അദ്ദേഹം എന്തോ എടുത്തു, ഒന്നുകൂടെ തന്നെ മൂശയിലേക്ക് ഇട്ടു, മനോഹരമായ ഈ കപ്പ് പോലെ ആക്കി. അതിനുമേൽ പെയിന്റ് ചെയ്തു. അതിനുമേൽ നോക്കൂ, എത്ര മനോഹരമായ പെയിന്റ് ചെയ്തിരിക്കുന്നു. നമ്മെ ഓരോരുത്തരെ അങ്ങനെ തന്നെയാ. അതെന്തിനാന്നറിയാമോ? ടു റിഫ്ലക്ട് ഹിസ് ഗ്രേറ്റ്നെസ്. ഇത് കാണുന്ന ഉടനെ ഇതൊരു കപ്പെന്നല്ല കാണുന്നത്. ഐ എം തിങ്കിങ് അബൌട്ട് ദാറ്റ് വാട്ടർ. ആ മനുഷ്യൻ ഇതിനെ ഉണ്ടാക്കിയത് എങ്ങനെയായിരിക്കും എന്ന് ഞാൻ ചിന്തിക്കുന്നത്. ഞാൻ ഇതുവരെ കാണാത്തൊരു മനുഷ്യൻ. എന്നാൽ ആ മനുഷ്യൻ ഒരു സ്ത്രീയാണോ പുരുഷനാണോ എന്ന് പോലും അറിയത്തില്ല. പക്ഷെ അത് ഉണ്ടാക്കി തന്ന ആ മനുഷ്യന്റെ കൈവിരുതിന്റെ ശ്രേഷ്ഠത ഞാൻ ചിന്തിക്കാറുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഒക്കെയും ജീവിതത്തിൽ ദൈവമഹത്വത്തിന്റെ ശ്രേഷ്ഠത നിറയുന്ന ഒരു പകലാക്കി ഇന്നത്തെ പകലിനെ ദൈവം തീർക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം. തിന്മയൊന്നും ചെയ്തിടാത്ത നന്മയല്ലോ എന്റെ യേശു. തിന്മയൊന്നും ചെയ്തിടാത്ത നന്മയല്ലോ എന്റെ യേശു. അവനുടയ്ക്കും അവൻ പണിയും നല്ല പാത്രമായി തൻ ഹിതം പോ. അവനുടയ്ക്കും അവൻ പണിയും നല്ല പാത്രമായി തൻ ഹിതം പോ. ഇന്നുള്ള നിന്നില ആഴമാ വിശ്വാസത്താൽ ചേരും ആനന്ദം വർണ്ണിച്ചിടാം വാക്കുകൾ എല്ലാം ഇല്ല. ചേരും ആനന്ദം വർണ്ണിച്ചിടാം വാക്കുകൾ ഇല്ല ഇല്ല. വാക്കുകൾ ഇല്ല ഇല്ല. സർവത്തിന്മേലും അധികാരമുള്ള, സർവത്തിന്മേലും നിയന്ത്രണമുള്ള സർവശക്തനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവ്, അനുഗ്രഹീതമായിട്ടുള്ള ഈ രാവിലെ സമയത്തിനായിട്ട് സ്തോത്രം. ലോകത്തിന്റെ വിവിധ കോണുകളിൽ നിന്നും വിവിധ ടൈം സോണുകളിൽ വിവിധ സമയങ്ങളിൽ കർത്താവിന്റെ സന്നിധിയിൽ കടന്നു വന്ന് ഇന്നത്തെ ഈ മീറ്റിംഗിൽ ജോയിൻ ചെയ്യുന്ന ബഹുമാന്യ ദൈവദാസന്മാർ, ദൈവദാസിമാർ, കർത്തൃവേല ചെയ്യുന്നവർ, കർത്താവ് വിവിധ ജീവിത അവസ്ഥകളിലായിരിക്കുന്നവർ, ആശുപത്രി കിടക്കയിൽ നിന്നും ജോയിൻ ചെയ്തിട്ടുള്ളവരുണ്ടല്ലോ, രോഗാനുഭവത്തിൽ ജോയിൻ ചെയ്തിട്ടുള്ളവർ, കൊച്ചു കുഞ്ഞുങ്ങൾ മുതൽ കർത്താവിന്റെ വേല ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും അങ്ങനെ സന്നിധിയിലേക്ക് സമർപ്പിക്കുന്നു. മുറിവേറ്റ മനസ്സുമായി കർത്താവിന്റെ സന്നിധിയിൽ ഇരിക്കുന്നവർക്കായിട്ട് സ്തോത്രം. അങ്ങ് ഞങ്ങളോട് സംസാരിച്ചതുപോലെ അങ്ങ് ഉടച്ചു വാർത്ത് ഏറ്റവും മനോഹരമായതാക്കി തീർക്കുന്നതിനായിട്ട് സ്തോത്രം. കഴിഞ്ഞ ഒരു വർഷം
ഈ ഡിസംബർ 11 വരെ ഞങ്ങളെ പരിപാലിച്ച ദൈവകൃപയ്ക്കായിട്ട് സ്തോത്രം. എല്ലാം അങ്ങയുടെ ദാനം. ഞങ്ങൾ ജീവിച്ചിരിക്കുന്നത് അങ്ങയുടെ ദാനമാണ്. ഈ ജീവൻ അങ്ങയുടെ ദാനം, കഴിവുകൾ അങ്ങയുടെ ദാനം, നന്മകൾ അങ്ങയുടെ ദാനം, കുടുംബം അങ്ങയുടെ ദാനം, എല്ലാം അങ്ങയുടെ ദാനം, ശുശ്രൂഷ അങ്ങയുടെ ദാനം. എല്ലാത്തിനും ഞങ്ങൾ നന്ദി പറയുന്നു. എല്ലാത്തിനും ഞങ്ങൾ കർത്താവെ കടപ്പെട്ടിരിക്കുന്ന കർത്താവ്. ഇന്നത്തെ മീറ്റിംഗിൽ വലിയ ദൈവ സാന്നിധ്യ നിറവ് നിറച്ച് ഞാൻ സ്വത്രം. ദൈവത്തിന്റെ വചനം ഓരോരുത്തരെയും തൊട്ട് സംസാരിക്കണമേ. രോഗികളെ അങ്ങ് സൗഖ്യമാക്കണം. ഹൃദയത്തിന്റെ ആഴത്തിൽ വല്ലാതെ മുറിവേറ്റ മുറിഞ്ഞുപോയ മുറിവേറ്റ ഒറ്റപ്പെട്ടു പോയ ചിലതിന്മേൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവെ, ദൈവവചനത്തിന്റെ ശ്വാസം, ആ ഹല്ലേലൂയ, വിടുതൽ, ആശ്വാസം, ബലം, സൗഖ്യം കർത്താവ് പകരണം. എഴുന്നേൽച്ച് നിൽക്കുവാൻ കഴിവില്ലാതെ വീണ് കിടക്കുന്ന ചിലതുണ്ടല്ലോ. യെഹെസ്കേൽ കൂടി ദൈവാത്മാവ് സംസാരിച്ചതുപോലെ ദൈവത്തിന്റെ ശ്വാസമേ, ഈ നിഹതന്മാർ ജീവിക്കണം. അവർ എഴുന്നേൽക്കണം. അവരുടെ ഭവനങ്ങളിൽ അവരുടെ ജീവന്റെ ഹല്ലേലൂയ സ്തുതിയുടെ ബലത്തിന്റെ ആരാധന ഉയരട്ടെ. സ്തോത്രം. അന്തരീക്ഷങ്ങൾ മാറട്ടെ. ദൈവ സാന്നിധ്യം നിറയട്ടെ. ഹല്ലേലൂയ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ദൈവ മഹത്വം വെളിപ്പെടുന്നു. അതിനെ സമർപ്പിക്കുന്ന ഞങ്ങളുടെ ദാസനെ കുഞ്ഞുങ്ങളെ യേശുവിന്റെ രക്തം മുദ്രയിടുന്നു. ഇന്നത്തെ ക്ലാസ്സുകളെ യേശുവിന്റെ രക്തം മുദ്രയിടുന്നു. മുഴുവൻ ദൈവ പദ്ധതികൾ മുഴുവൻ നിറവേറുന്നതിനായിട്ട് സ്തോത്രം. ബഹുമാന്യ ദൈവദാസിമാർ, ദൈവദാസന്മാരെല്ലാം കർത്താവെ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. നിത്യതയ്ക്കായി ഒരുക്കും എല്ലാ മഹത്വം അങ്ങയ്ക്ക്. വചനത്തിന്റെ വാതിലുകൾ തുറന്ന് പരിശുദ്ധാത്മ നിറവിൽ അങ്ങയ്ക്ക് എന്തോ ജനത്തോട് സംസാരിക്കണം, അടിയനോട് സംസാരിക്കണം. എല്ലാം പുകഴ്ചയും അങ്ങയ്ക്ക്. ഈ മീറ്റിങ്ങിനെ ഞങ്ങളുടെ സന്നിധിയിലേക്ക് സമർപ്പിച്ച് അനുഗ്രഹിക്കുന്നു. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. അമേൻ, അമേൻ, അമേൻ. God bless you all. ദൈവാത്മാവ് ഓരോരുത്തരോട് സംസാരിക്കും, തൊട്ട് സംസാരിക്കും കേട്ടോ. ഓരോരുത്തരെയും തൊട്ട് നിങ്ങളുടെ വിഷയങ്ങൾ എവിടെയാണോ അവിടെ തൊട്ട് സംസാരിക്കും. ഇന്നത്തെ മീറ്റിങ്ങിന് വേണ്ടി ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ഏകദേശം 96-97 പേരോളമായി ദൈവത്തിന് സ്തോത്രം. എല്ലാ ഡിവൈസിലുമുള്ള എല്ലാവർക്കും ഒരു പ്രാവശ്യം കൂടെ സ്നേഹവന്ദനങ്ങൾ. ദൈവത്തിന് സ്തോത്രം. സ്റ്റുഡൻസ് ഒക്കെ ഒത്തിരി പേര് ജോയിൻ ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കായിട്ടും ദൈവത്തിന് സ്തോത്രം. കേൾക്കാമോ? എന്റെ ശബ്ദം ക്ലിയർ ആണോ? ഓക്കെ ആണോ? കേൾക്കാം. ഓക്കെ, സ്തോത്രം. ഇന്നത്തെ ഈ മീറ്റിങ്ങിന് വേണ്ടി ദൈവസന്നിധിയിൽ കരയുകയും ഘോഷിക്കുകയും ഞാൻ ഈ ദിവസങ്ങളൊക്കെ ദൈവസന്നിധിയിൽ ഇരിക്കുന്ന സമയങ്ങളാണ്. കർത്താവിന്റെ ദാസൻ നിമ്മി പറഞ്ഞ കൂട്ട് നമുക്ക് ഒത്തിരി ഹല്ലേലൂയ റിപ്പയർ വർക്ക് നടക്കേണ്ട സമയമായത്. സ്തോത്രം പറയണേ. വണ്ടിയെല്ലാം എന്തെടുക്കണം? ഹല്ലേലൂയ വർക്ക്ഷോപ്പിലൊക്കെ കൊണ്ടുപോയി റിപ്പയർ ചെയ്യേണ്ട സമയമായി. എപ്പോഴും റിപ്പയർ ചെയ്യണം. എന്നാലും ഇന്ന് ഈ ദിവസങ്ങളിൽ നിങ്ങൾക്ക് സമയം കിട്ടുന്നവരൊക്കെയും നിങ്ങൾ കർത്താവിന്റെ കൂടെ നടക്കാനായിട്ട്, കർത്താവിനോട് ചേർന്ന് നടക്കാൻ കൂടുതൽ ശ്രമിക്കണം. കൂടുതൽ സമയം റിപ്പയറിങ്ങിനായിട്ട് സമയങ്ങൾ മാറ്റിവെക്കണം. കർത്താവിന് സ്തോത്രം. ഞാൻ ഈ പറഞ്ഞത് അതിന്റെ ആഴത്തിൽ ഗ്രഹിക്കുവാൻ ദൈവം കൃപ തരട്ടെ. കർത്താവിന്റെ സന്നിധിയിൽ കർത്താവ് ഉപയോഗിക്കാൻ ഓരോരുത്തരെ കുറിച്ചും കർത്താവിന് പദ്ധതിയുണ്ട്. സ്തോത്രം പറ. ഓരോരുത്തരെയും കർത്താവിന് ഉപയോഗിക്കേണ്ടതുണ്ട്. കർത്താവിന് സ്തോത്രം. അപ്പൊ എന്തെടുക്കണം? അവന്റെ കയ്യിലെ ഇണങ്ങിയ ഉപകരണമാക്കി തീരണം. ഇണങ്ങിയ ഉപകരണമാണെങ്കിൽ കർത്താവ് അതിനെ കറക്റ്റായിട്ട്, നമുക്കറിയാം, ഏറ്റവും എഫിഷ്യന്റ് ആയിട്ടുള്ള വെപ്പണെ തൊട്ടാ മതി, അത് പ്രയോജനപ്പെടും. ഒത്തിരി അതിന്മേൽ ബലം പ്രയോഗിക്കേണ്ട കാര്യമില്ല. എഫിഷ്യന്റ് ആയിട്ടുള്ള വെപ്പണെ ജസ്റ്റ് ടച്ചിൽ തന്നെ അവിടെ റിസൾട്ടാണ്. ഒത്തിരി ബലം പ്രയോഗിക്കേണ്ടതോ അതിനുവേണ്ടി ഒത്തിരി മെനക്കെടേണ്ട കാര്യമോ ഇല്ല. നമുക്കെല്ലാം അതറിയാം. അങ്ങനെയാണെങ്കിൽ കർത്താവെ, എന്നെ ഒന്ന് ടച്ച് ചെയ്യുമ്പോൾ തന്നെ ഞാൻ ഉപയോഗിക്കപ്പെടണം എന്നുള്ള വാഞ്ചയോടെ വേണം ഇന്നത്തെ ഈ മീറ്റിംഗിൽ പങ്കെടുക്കുവാൻ. സന്തോഷത്തോടെ സമാധാനത്തോടെ ആയിരിക്കാം. എല്ലാ ഭാരങ്ങളും മാറി പീസ് ഓഫ് മൈൻഡ്, സകല ബുദ്ധിയും കഴിയുന്ന ദൈവിക സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തു യേശുവിങ്കൽ കാക്കട്ടെ. ഈ മീറ്റിംഗിൽ മാത്രമല്ല, എപ്പോഴും കാക്കട്ടെ. അതുകൊണ്ട് അലട്ടുന്ന വിഷയങ്ങളോട് പറ നോ. അതിനെയൊക്കെ നിറഞ്ഞു കള. ഞാൻ പറയും, ക്ലാസ്സിലൊക്കെ ഇരിക്കുമ്പോൾ ഞാൻ പറയും, നിങ്ങളുടെ അടുത്തിരിക്കുന്ന ആളെ ഒന്ന് തൊട്ടിട്ട് പറ, എനിക്ക് ഒരു ഭാരമില്ല, ഞാൻ വളരെ പീസ് ഓഫ് മൈൻഡോടെ ആയിരിക്കുന്നതെന്ന് പറയാം എന്ന് പറഞ്ഞുകൊണ്ട്. ഇപ്പൊ ആരും നിങ്ങളുടെ അടുത്ത് ആരും ഇല്ലല്ലോ, ജസ്റ്റ് നിങ്ങളുടെ ഷോൾഡറിൽ തന്നെ ഒന്ന് തൊട്ടിട്ട് പറ, ഞാൻ വളരെ സമാധാനത്തോടെ ആയിരിക്കുന്നത്. സ്തോത്രം. നിങ്ങളോട് തന്നെ ഒന്ന് പറ. ദൈവത്തിന് സ്തോത്രം. ഞാനിതൊക്കെ ക്ലാസ്സുകളിൽ ഹല്ലേലൂയ കുഞ്ഞുങ്ങളെ കൊണ്ട് എപ്പോഴും ചെയ്യിക്കുന്ന കാര്യങ്ങളാണ്. വളരെ ഹല്ലേലൂയ വ്യത്യസ്തമായ ഹല്ലേലൂയ ഒരു ശുശ്രൂഷയിലായിരിക്കുന്ന ഒരാളാണ് ഞാൻ. ഹല്ലേലൂയ രാവിലെ മുതൽ വൈകുന്നേരം വരെ ക്ലാസ്സുകളുണ്ട്. അതിനിടയ്ക്ക് മിഷൻ പ്രോഗ്രാമുകൾക്ക് കർത്താവായിരിക്കുന്നിടത്തൊക്കെ പോകും. സിംഗപ്പൂരിനടുത്തുള്ള വിയറ്റ്നാമില് കഴിഞ്ഞ ദിവസങ്ങളിൽ ആയിരിക്കുവാൻ ദൈവം സഹായിച്ചു. മിഷൻ പ്രവർത്തനങ്ങളുമായി ദൈവകൃപയാൽ ശുശ്രൂഷയൊക്കെ വളരെ അനുഗ്രഹമായിരുന്നു. ദൈവത്തിന് സ്തോത്രം. ഇന്ന് പകൽ എന്റെ പല സ്റ്റുഡൻസും ജോയിൻ ചെയ്തിട്ടുണ്ട്. താങ്ക് യു സോ മച്ച് ഓൾ. ഹല്ലേലൂയ. നിങ്ങളെല്ലാം ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. സംസാരിക്കട്ടെ. ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് നാം ചിന്തിക്കുവാൻ പോകുന്നത്
ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ നിയോഗമുള്ള വ്യക്തി എന്നുള്ളതാണ് ഇന്നത്തെ ടൈറ്റിൽ. ദൈവാത്മ നിയോഗമുള്ള വ്യക്തി, അത് ഞാനും നിങ്ങളുമാണ്. Who is that person? It is you and me. ദൈവാത്മ നിയോഗമുള്ള വ്യക്തി ഇന്നത്തെ ടൈറ്റിൽ. ദൈവാത്മ നിയോഗമുള്ളവനെ ദൈവം എല്ലാ കാലത്തും ഉപയോഗിക്കും. ദൈവാത്മ നിയോഗമുള്ളവനെ ദൈവം എല്ലാ കാലത്തും ഉപയോഗിക്കും. ഭൂമി മുഴുവൻ പാപം കൊണ്ട് നിറഞ്ഞപ്പോൾ ഒരുത്തന്റെ മേൽ ദൈവാത്മ നിയോഗത്തോടെ കൃപ ലഭിച്ചു. അവൻ ദൈവത്തിന് വേണ്ടി നിന്നു. അവന് പേര് നോഹ എന്നായിരുന്നു. ദൈവാത്മ നിയോഗത്തോടെ ഒരുത്തൻ ദൈവത്തോട് കൂടെ നടന്നു. അവന്റെ പേര് ഹാനോക്ക് എന്നായിരുന്നു. അവന്റെ പ്രവചനമാണ് ഫസ്റ്റ് പ്രോഫസി ആയിട്ട്, മനുഷ്യൻ പറഞ്ഞ പ്രോഫസി ആയിട്ട് യൂദായുടെ ലേഖനത്തിൽ നാം വായിക്കുന്നു. ആദാം മുതൽ ഈ 7ാമനായ ഹാനോക്ക് എന്ന യൂദായുടെ ലേഖനത്തിൽ നാം പഠിക്കുന്നു 14ാം വാക്യത്തിൽ. സ്തോത്രം. ശ്രദ്ധിക്കണമേ, ദൈവാത്മ നിയോഗമുള്ളവനെ എല്ലാ കാലത്തിലും ദൈവം അന്വേഷിക്കുന്നു. ഇന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങളുടെ ഓരോരുത്തരുടെയും പേര് വിളിച്ച് പറയട്ടെ. whoever you are, wherever you are, നിങ്ങൾ എവിടെയാണെങ്കിലും ആരാണെങ്കിലും, നിങ്ങളുടെ വീട്ടിൽ, നിങ്ങളുടെ ദേശത്ത്, നിങ്ങളുടെ സഭയിൽ, നിങ്ങളുടെ പഞ്ചായത്തിൽ, നിങ്ങളുടെ ഗ്രാമത്തിൽ, നിങ്ങളുടെ വില്ലേജിൽ, നിങ്ങളുടെ രാജ്യത്തിൽ ദൈവാത്മ നിയോഗത്തോടെ ഇന്ന് ദൈവം നിങ്ങളെ ആക്കിയിരിക്കുന്നു. nobody else. വേറെ ആരുമല്ല ആക്കി വെച്ചേക്കുന്നത്. നിങ്ങളായിരിക്കുന്ന ജോലിയാണെങ്കിൽ അത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ് നിങ്ങളെ അവിടെ ആക്കിയിരിക്കുന്നത്. നിങ്ങളായിരിക്കുന്ന ഫാമിലി ആണെങ്കിൽ മേ ബി ഒത്തിരി ടെൻഷനിൽ കൂടെ ആയിരിക്കും പോകുന്നത്. ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, നിന്നെ അവിടെ ആക്കി വെച്ചത് ഞാനാ. എനിക്കൊരു ഉദ്ദേശം അതിനകത്തുണ്ട്. കംപ്ലീറ്റ് എല്ലാ മേഖലയിലും ദൈവാത്മ നിയോഗത്തിന്റെ ദിവസമാണിന്ന്. അതിനായിട്ട് ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. നമുക്ക് ഒത്തിരി വചനങ്ങൾ വായിക്കാനും ഈ 1 മണിക്കൂർ കൊണ്ട് ഒത്തിരി ആഴത്തിൽ നമ്മൾ ഇറങ്ങേണ്ടതുണ്ട്. കർത്താവിന് സ്വന്തം, കർത്താവിന്റെ ദാസൻ എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് ബൈബിൾ ക്ലാസ്സിന് ഒന്നിച്ചു പോകാൻ വേണ്ടി. അതുകൊണ്ട് ഫസ്റ്റ് പീരീഡ് ഇന്ന് ഞങ്ങൾ കട്ട് ചെയ്ത് കർത്താവിന്റെ ദാസന്റെ ഉത്തരവാദിത്വവും മാറ്റി വെച്ചിട്ടാണ് എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നത്. നമ്മുടെ ക്ലാസ് കഴിഞ്ഞ ഉടനെ, ഞാൻ മീറ്റിംഗ് കഴിഞ്ഞ ഉടനെ പോകാനായിട്ട്. ദൈവത്തിന് സ്തോത്രം. നമ്മൾ ആഴത്തിൽ ഒന്ന് ഇറങ്ങി പോവുകയാണ്. റോമാലേഖനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരാം. ഇച്ചിരി ഡീപ്പായിട്ട് ദൈവവചനത്തിലേക്ക് ഇറങ്ങാനായിട്ട് തയ്യാറാകുക. അതിനുവേണ്ടി ഇച്ചിരി എന്താ പറയാ, ഒന്ന് റെഡിയാക്കി എടുക്കുക. ഇച്ചിരി വിലയേറിയത് കൊണ്ട് വെക്കുമ്പോൾ പാത്രം നന്നായി കഴുകിയിരിക്കണം. സ്തോത്രം. വിലയേറിയ ഗിഫ്റ്റ് കിട്ടാനായിട്ട് നമ്മൾ എന്തോ എടുക്കും? ആ പാത്രത്തെ ഒന്ന് നന്നായി വെടിപ്പാക്കി സൂക്ഷിച്ച് കരുതി അതിനെ റിസീവ് ചെയ്യും. അങ്ങനെ ആയിരിക്കാൻ ദൈവം ഇടയാക്കട്ടെ. എന്തെങ്കിലും മനപ്രയാസോ സങ്കടമോ എന്തെങ്കിലും ഭാരമൊക്കെ ഉണ്ടെങ്കിൽ അതിനോടൊക്കെ ഒന്ന് കുറച്ച് നേരത്തേക്ക് നോ പറഞ്ഞ് മാറ്റി വെച്ച്, ഞാൻ പറയും, നിങ്ങളൊന്ന് എറിഞ്ഞു കളഞ്ഞേരെ. അത് കയ്യിൽ നിന്ന് ഒരു പേന എടുത്തെറിയുന്നോട്ട് എറിഞ്ഞു കളഞ്ഞേരെ, അത് കളഞ്ഞേരെ, അത് വിട്ടേരെ, എന്നിട്ട് ദൈവസന്നിധിയിൽ ഇരിക്കണേ. ഓക്കെ, റോമാലേഖനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. നമ്മൾ ഇച്ചിരി ഡീപ്പായിട്ടേക്ക് പോകുന്നത് എന്റെ കൂടെ വരണം. റോമാലേഖനം 8ാം അധ്യായത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുകയാണ്. നിങ്ങൾ അതിന്റെ ഇത്തിരി വാക്യം വായിക്കാനുണ്ട് എങ്കിലും 2ാം വാക്യം ഒന്നൊരാൾ വായിക്കണം. പെട്ടെന്ന് വായിക്കണേ. ഒരാൾ 2ാം വാക്യം വായിക്കണം. ജീവന്റെ ആത്മാവിന്റെ പ്രമാണം എനിക്ക് പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തുയേശുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. 4ാം വാക്യം, ജഡത്തെ അല്ല ആത്മാവിനെ അത്രേ അനുസരിച്ച് നടക്കുന്ന നമ്മിൽ ന്യായപ്രമാണത്തിന്റെ നീതി നിവർത്തിയാകേണ്ടതിന് തന്നെ. അടുത്ത വാക്യം കൂടി ചേർത്ത് വായിക്കൂ, 6, 7 കൂടെ. ജഡസ്വഭാവമുള്ളവർ ജഡത്തിനുള്ളതും ആത്മസ്വഭാവമുള്ളവർ ആത്മാവിനുള്ളതും ചിന്തിക്കുന്നു. ജഡത്തിന്റെ ചിന്ത മരണം, ആത്മാവിന്റെ ചിന്തയോ ജീവനും സമാധാനവും തന്നെ. ആമേൻ. ഇനിയും വായിക്കൂ, അതിന്റെ 14 മുതൽ വായിക്കൂ. ദൈവം നടത്തുന്നവരെല്ലാവരും ദൈവത്തിന്റെ മക്കളാകുന്നു. നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്തിന്റെ ആത്മാവിനെ അല്ല, നാം അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിന്റെ ആത്മാവിനെ അത്രേ പ്രാപിച്ചത്. നാം ദൈവത്തിന്റെ മക്കളെന്ന് ആത്മാവ് താനും നമ്മുടെ ആത്മാവോടുകൂടെ സാക്ഷ്യം പറയുന്നു. നാം മക്കളെങ്കിലോ അവകാശികളുമാകുന്നു, ദൈവത്തിന്റെ അവകാശികളും ക്രിസ്തുവിന് കൂട്ടവകാശികളും തന്നെ. നാം അവനോടുകൂടെ തേജസ്കരിക്കപ്പെടേണ്ടതിന് അവനോടുകൂടെ കഷ്ടം അനുഭവിച്ചാലത്രേ. 9 കൂടെ ചേർത്ത് വായിക്കാമോ? 9ാം വാക്യം. നിങ്ങളോ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് വരികയിൽ ജഡസ്വഭാവമുള്ളവരല്ല ആത്മസ്വഭാവമുള്ളവരത്രേ. ക്രിസ്തുവിന്റെ ആത്മാവില്ലാത്തവൻ അവനുള്ളവനല്ല. മതി, ഇപ്പൊ ഒന്ന് ഇത്രയും കൊണ്ട് നമുക്ക് നിർത്താം. പിന്നെ നമുക്ക് ഒത്തിരി പഠിക്കേണ്ടതുണ്ട്. നിങ്ങൾക്കറിയാം, റോമാലേഖനം 8ാം അധ്യായം എന്ന് പറയുന്നത് ഒരു വീടിനകത്തെ ഏറ്റവും ജൂവൽസ് കൊണ്ട് നിറഞ്ഞ ഒരു
നിങ്ങളിപ്പോ ഒരു പാലസിൽ പോവാന്ന് ഓർത്തു, നിങ്ങളൊരു കൊട്ടാരത്തിൽ പോവാം. ആ കൊട്ടാരത്തിനകത്തെ ഏറ്റവും വിലയേറിയ സംഭവങ്ങളെല്ലാം ഉൾപ്പെടെയുള്ള ഒരു മുറി നിങ്ങളൊന്ന് ചിന്തിച്ച്, ആ മുറിയാ റോമാലേഖനം 8. നമ്മുടെ ജീവിതത്തിനെ കർത്താവിന്റെ സന്നിധിയിലേക്ക് കർത്താവ് അങ്ങ് ചേർത്ത് വെച്ച് നമ്മെ ഈ ലോകത്തിന്റെ എല്ലാ കെട്ടുപാടിൽ നിന്നും മാറ്റി സ്വർഗീയന്മാരാക്കി കാണുന്ന ചാപ്റ്ററാണ് റോമാലേഖനം 8-ാം അധ്യായം. ഒരു സ്വർഗീയനായിട്ട് എന്ന് പറഞ്ഞ ഞാൻ ആരാണ്? ഈ ലോകത്തിന്റെ ആളല്ല. അങ്ങനെ ഒരു ലെവലിലോട്ട് കയറിയിട്ട് വേണം ഇന്നത്തെ ഇനിയുള്ള മെസ്സേജ് കേൾക്കാൻ, ക്ലാസ് കേൾക്കാൻ. ഞാനൊരു സ്വർഗീയനാണ്. പറ, ഞാനൊരു സ്വർഗീയനാണ്. നമ്മുടെ കോൾ എന്തുവാ? സ്വർഗീയന്മാരാണ്. നാം ആരാണ്? സ്വർഗീയന്മാരാണ്. ഐ മീൻ നമ്മെ തന്നെ കാണേണ്ട കാഴ്ചപ്പാട് അങ്ങനെയാണ്. ഞാൻ എപ്പോഴും പറയും, പ്രത്യേകിച്ച് എനിക്കൊരു സ്റ്റുഡന്റ് ഉണ്ട്, ഈ 101 ഡിവൈസുകൾക്ക് അധികമുണ്ട്. എല്ലാവർക്കായിട്ടും ദൈവത്തിന് സ്തോത്രം. ഒരു പ്രാവശ്യം ഒരു സ്നേഹവന്ദനം. എനിക്ക് ഈ പ്രാവശ്യം ഒരു സ്റ്റുഡന്റിനെ കിട്ടി. അദ്ദേഹത്തിന് 6ാം ക്ലാസ് വരെ വിദ്യാഭ്യാസമുള്ളൂ. കേരളത്തിൽ പണിക്ക് വന്നതാ. കേരളത്തിൽ പണിക്ക് വന്ന കുഞ്ഞ, ജാർഖണ്ഡിൽ നിന്നുള്ള മോന, അന്യ സംസ്ഥാന തൊഴിലാളിയാണ്. അദ്ദേഹം പണിക്ക് വന്ന് യേശുവിനെ സ്വന്തം രക്ഷകനായി സ്വീകരിച്ചു. കോഴിക്കോട് വന്ന് ഒരു ദൈവദാസൻ അദ്ദേഹത്തോട് സുവിശേഷം പറഞ്ഞു. യേശുവിനെ സ്വന്തം രക്ഷകനായി സ്വീകരിച്ചു. യേശുവിനെ സ്വന്തം രക്ഷകനായി സ്വീകരിച്ച് പിന്നെ തന്റെ ആഗ്രഹം പണിയൊക്കെ അങ്ങ് മറന്നുപോയി. കർത്താവിന് വേണ്ടി ജീവിക്കണം, അതായി ആഗ്രഹം. അപ്പൊ എവിടെ അറിഞ്ഞു? 6ാം ക്ലാസ്സുകാരനെ എവിടെ പഠിപ്പിക്കാന്? ഇംഗ്ലീഷ് ഒന്നും അറിയത്തില്ല, ഹിന്ദി പോലും പോരാ. ദൈവത്തിന് അങ്ങനെ അറിഞ്ഞു, എവിടെയോ അറിഞ്ഞു. കർത്താവിന്റെ ദാസന്റെ നമ്പർ കിട്ടി, അങ്ങനെ വിളിച്ചു. ഞങ്ങളുടെ ബൈബിൾ കോളേജ് വന്നു. ഇപ്പൊ കുഞ്ഞിനെ ഇപ്പൊ ഒരു ജൂൺ മാസം തൊട്ട് പഠിപ്പിക്കുക. ഇംഗ്ലീഷ് ലെറ്റേഴ്സ് എല്ലാം എഴുതി പഠിപ്പിച്ചു. അതേസമയം തന്നെ ഗ്രാമറും പഠിപ്പിച്ച്. ഹിന്ദി പോലും ചിലപ്പം വായിക്കുമ്പോൾ മിസ്റ്റേക്ക് ഉണ്ട്, ഇംഗ്ലീഷ് ഒന്നും അവനെ അറിയത്തില്ല. എന്നാൽ നമ്മളിപ്പം ഇന്നലെ ഞാനൊരു ഡെഫിനിഷൻ പറഞ്ഞു, വാട്ട് ഇസ് എ ഡോക്ട്രിൻ, ബൈബിൾ ഡോക്ട്രിൻസ് ഇപ്പൊ ഞാൻ അവരെ പഠിപ്പിക്കുന്നത് ഈ സെമിസ്റ്ററിൽ. അപ്പൊ അവന് സ്പെസിഫിക് എന്നൊന്നും ഡെഫിനിഷൻ പറയാനായിട്ട് സ്പെസിഫിക് എന്ന് പറയാൻ അറിയത്തില്ല. പക്ഷെ ഹീസ് ട്രൈങ്. അവന് കഴിവില്ല. അതിനപ്പുറമായിട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവനെ ബലപ്പെടുത്തുക. നിങ്ങളൊന്ന് പറഞ്ഞ്, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവനെ ബലപ്പെടുത്തുക. അവൻ ഇംഗ്ലീഷ് അറിയത്തില്ല, പക്ഷെ അവന് എന്നോട് പറയുകയാണ്, എഴുതാൻ എന്നോട് ചോദിച്ചാൽ എനിക്ക് മിസ്റ്റേക്ക് വരും, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വരും, പക്ഷെ ഞാൻ ടീച്ചറെ മുഴുവൻ കാണാതെ പറയാം. നിങ്ങളൊന്ന് സ്തോത്രം പറയാവോ? ഹല്ലേലൂയ. നിങ്ങളുടെ പ്രാപ്തിക്ക് മീതെ നിങ്ങളെ മാറ്റിമറിക്കാൻ കഴിവുള്ളത് ഒന്നേ ഉള്ളൂ, അത് നിങ്ങളിൽ വസിക്കുന്ന ദൈവ സാന്നിധ്യം. നിങ്ങൾ സ്വർഗീയന്മാരാണ്. നിങ്ങളെ ഞെരുക്കുന്ന വിഷയം ഏതാകട്ടെ, നിങ്ങളെ അലട്ടുന്ന വിഷയം ഏതാകട്ടെ, ഭയങ്കര ദൈവ സാന്നിധ്യം, എനിക്ക് ഇവിടെ ഇരിക്കാൻ പറ്റുന്നില്ല. ഹല്ലേലൂയ. അതിന്മേൽ നിങ്ങളെ ഓവർകമേഴ്സ് ആക്കി ഹല്ലേലൂയ നിങ്ങളുടെ വാഗ്ദത്തങ്ങൾ പ്രാപിക്കുവാൻ ഈ ദിവസങ്ങളിടെയാക്കും. ഞാൻ ഒരു ദൈവാത്മാവിനൊരു ദൂത് വിളിച്ചു പറയട്ടെ. ദൈവത്തിന്റെ പദ്ധതി പ്രകാരമുള്ള ചില വാഗ്ദത്തങ്ങൾ പ്രാപിക്കാതെ വണ്ണം നിന്നെ ഒതുക്കി മാറ്റി നീ അതിലേക്ക് എത്താതെ വണ്ണം ഹല്ലേലൂയ മാനസികമായി സംഘർഷങ്ങളിലിട്ട്, ശാരീരികമായിട്ടുള്ള വിഷയങ്ങളിട്ട്, കുടുംബപരമായ വിഷയങ്ങളിട്ട് അല്ല, ഇന്ന് നമ്മൾ കാണുന്നത് പോലെ പലരും പലതിന്റെയും പുറകെ വിമർശനാത്മകമായി പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ അങ്ങോട്ടൊന്നും പോകാതെ, കർത്താവെ എന്താണോ നിന്റെ ഹിതം, എന്താണോ നിന്റെ ഹൃദയം, അതെനിക്ക് കാണണം. ലോകം കാണുന്നത് പോലെ അല്ല. എല്ലാവരും ശ്രദ്ധിച്ചോണേ, ലോകം നെഗറ്റീവ്സിന്റെ പുറകെ ഓടിക്കൊണ്ടിരിക്കുക. ദൈവാത്മാവ് വസിക്കുന്ന ഞാനും നിങ്ങളും അവിടെയും ഇവിടെയും കാണുന്ന ക്രിറ്റിസിസത്തിന്റെ പുറകെയല്ല പോകേണ്ടത്, അവരുടെയും ഇവരുടെയും നെഗറ്റീവ്സിന്റെ പിന്നാലെയല്ല പോകേണ്ടത്. ദൈവത്തിന്റെ ചേർന്നിരിക്കുക. നിങ്ങളുടെ പ്രാർത്ഥനാ മുറി ദൈവ തേജസ്സിന് നിറവാകട്ടെ. നിങ്ങളുടെ പ്രാർത്ഥനാ മുറി ദൈവ തേജസ്സിന് നിറവാകട്ടെ. നിങ്ങളുടെ വീടിനകത്ത് നിങ്ങൾ ഇരിക്കുന്ന ഇടം ദൈവ സാന്നിധ്യത്തിന്റെ നിറവാകട്ടെ. അവിടെ പ്രകാശം നിറയട്ടെ, അവിടെ സമാധാനം നിറയട്ടെ. നിങ്ങളോട് ഇടപെടുന്നവർ പറയട്ടെ, ഓ മൈ ഗാഡ്, ഈ മനുഷ്യൻ, ഈ വ്യക്തി, ഈ സഹോദരി, ഇവര് പഴയ ആളെ അല്ല, ആള് മാറിപ്പോയി, ആള് മാറിപ്പോയി. തോട്ട് പാറ്റേൺ മാറിയല്ലോ, ചിന്താഗതി മാറി, നെഗറ്റീവ്സ് പറയുന്നേ ഇല്ല. സ്തോത്രം. മറ്റേത് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ നമ്മുടെ മുമ്പിൽ ഉണ്ടാക്കുമ്പോൾ നമ്മൾ അറിയാതെ ഒന്നും പ്രതികരിച്ചില്ലേലും ഹൃദയത്തിനകത്ത് വിഷമം പറയുന്നവരായിരുന്നു. ഇപ്പം വിഷമം പറച്ചിലേ ഇല്ല, സെൽഫ് പിറ്റി ഇല്ല. ഒന്ന് പറഞ്ഞു, ഇതൊക്കെ ഇച്ചിരി ആഴത്തിലാ പോകുന്നത്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ആഴമേറിയ പ്രവർത്തനങ്ങളിലേക്ക് പോകുമ്പോൾ സെൽഫ് പിറ്റി പോകും. സ്വയം പരിതപിക്കത്തില്ല, അയ്യോ എനിക്കിങ്ങനെ വന്നല്ലോ, ഞാൻ മാത്രം ഇങ്ങനെ ആയിപ്പോയല്ലോ, എന്റെ സഹോദരങ്ങളൊക്കെ അങ്ങനെയായി, എന്റെ കൂട്ടുകാരൊക്കെ ഇങ്ങനെയായി, എന്റെ കാര്യം ഇങ്ങനെ ആയിപ്പോയല്ലോ. നോ, അത് പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയല്ല. അതിനെ നീ ജയമെടുക്കും, ആ പരീക്ഷ പാസ്സാവും. സെൽഫ് പിറ്റി എന്ന പരീക്ഷ പാസ്സാവും. നെഗറ്റീവ്സ് പറയുന്ന, ക്രിറ്റിസിസം പറയുന്ന,
അസ്വസ്ഥത പറയുന്ന, മൈനസ് പോയിന്റ് പറയുന്ന, കുറ്റം കണ്ടുപിടിക്കുന്ന, കലപം, അതിനെയൊക്കെ ഓവർകം ചെയ്ത് അടുത്ത ലെവലിലോട്ട് കയറും. ദൈവം എക്സ്പെക്ട് ചെയ്യുന്ന അതാ ഓരോരുത്തരിൽ നിന്നും. ഈ കുശവൻ എക്സ്പെക്ട് ചെയ്തത് ഇതിനെ യൂസ്ഫുൾ ആയിട്ട് ഉപയോഗിക്കണമെന്ന്. അത് യൂസ്ഫുൾ ആയി. ആ മഡില് തന്റെ കരം വെച്ചപ്പോൾ ഒന്നുമില്ലാത്തടത്തൊന്നും അതിനെ ഒരു മനോഹരമാക്കി തീർത്തു. എന്നെയും നിന്നെയും ജീവനുള്ള ദേഹം, ജീവനുള്ളവരാക്കി നിർത്തിയേക്കുക. മരണം വന്ന് ഹല്ലേലൂയ അവകാശം പറഞ്ഞ എത്രയോ അവസരം ഉണ്ടായിരുന്നു. അവിടുന്ന് ദൈവം തട്ടിമാറ്റി എന്നും ജീവനോടെ വെച്ചേക്കുന്നത് ദൈവത്തിന്റെ വലിയ പദ്ധതിയിലേക്ക് കയറി ചെന്ന് ഹല്ലേലൂയ ശുശ്രൂഷയുടെ ആഴങ്ങളിലേക്ക് ഇറങ്ങാനാണ്. ആ ലെവലിലോട്ട് പോകുമ്പോഴാണ് കർത്താവിന് സ്തോത്രം, ദൈവം ഉപയോഗിച്ച ഏത് മനുഷ്യനെയും, ദൈവം ഉപയോഗിച്ച ഏത് വ്യക്തിയെയും നോക്കൂ. തന്റെ 3-ാം മിഷണറി യാത്ര കഴിഞ്ഞ് വരുന്ന വഴിക്ക് ഹല്ലേലൂയ മിലത്തോസിൽ വന്ന എഫെസോസ് സഭയിലെ മൂപ്പന്മാരെ അങ്ങോട്ട് വിളിച്ചു. എന്നിട്ട് അവിടേക്ക് കൊണ്ടുവന്നിട്ട് തന്റെ ഒരു ഫെയർവെൽ മെസ്സേജ് ഉണ്ട് അപ്പോസ്തലനായ പൗലോസിന്റെ. എവിടെ പോയാലും അഗബോസ് ഉൾപ്പെടെയുള്ള പ്രവാചക ശ്രേഷ്ഠന്മാർ തന്നോട് പറയുകയാണ്, നിനക്കായി യെരുശലേമിൽ കഷ്ടങ്ങളും പ്രതിസന്ധികളും കാത്തിരിക്കുന്നു. കർത്താവിന് സ്വന്തം. ഇത് 20-24 വരുമ്പോ ഒരാൾ പെട്ടെന്ന് വായിച്ചോ, അപ്പോസ്തലപ്രവൃത്തി 20-24. അപ്പോസ്തലനായ പൗലോസ് പരിശുദ്ധാത്മാവ് നിറവിൽ പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഇന്ന് എനിക്കും നിങ്ങൾക്കും വലിയൊരു ചൂണ്ടുകാട്ടിയാണ്. നാം അത് തന്നെ പറയട്ടെ. എങ്കിലും ഞാൻ എന്റെ പ്രാണനെ വിലയേറിയതായി എണ്ണുന്നില്ല. എന്റെ ഓട്ടവും ദൈവകൃപയുടെ സുവിശേഷത്തിന് സാക്ഷ്യം പറയേണ്ടതിന് കർത്താവായ യേശു എന്ന തന്ന ശുശ്രൂഷയും തികയ്ക്കണം എന്നേ എനിക്കുള്ളൂ. എന്തിയെ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരോടും ദൈവാത്മാവ് ശക്തമായി സംസാരിക്കുകയാണ്. നിനക്കൊരു ഓട്ടമുണ്ട്. നിന്നെക്കെതിരെ പറയുന്ന കമന്റ് കേട്ട് അതിന് പ്രതികരിക്കാനോ, അവരത് പറഞ്ഞല്ലോ കർത്താവ് എനിക്ക് ഇങ്ങനെ വയ്യ, കരഞ്ഞോണ്ടിരിക്കാനുള്ള സമയം അതെല്ലാം കഴിഞ്ഞു. പറ ഹല്ലേലൂയ. അതെല്ലാം കഴിഞ്ഞ ആ കാലയളവൊക്കെ കഴിഞ്ഞു. അടുത്ത ലെവലിലേക്ക് ക്രിസ്തുവിൽ മെച്ചൂർഡ് ആകുക എന്നുള്ളത് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. തികഞ്ഞവരാകുക, തികവ്, മെച്ചൂരിറ്റി ഇൻ ക്രൈസ്റ്റ്. അതിനെ പരിശുദ്ധാത്മാവിനെ പകർന്നേക്കുന്നത്. ഞാൻ എപ്പോഴും പറയും, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ അകത്ത് പ്രാപിച്ച് അതിന്റെ ശക്തി, അതിന്റെ നിയോഗപ്രകാരം ജീവിക്കുന്ന മനുഷ്യൻ ഹല്ലേലൂയ നെഗറ്റീവ്സിനെ നോക്കി അതിന് പ്രതികരിക്കാൻ നിൽക്കത്തില്ല. ഞാൻ ഇന്നലെ വൈകിട്ട് ഒരു ക്ലാസ്സിൽ പറഞ്ഞു, നമുക്ക് വേണ്ടത് പരുന്തിന്റെ കണ്ണുകളാണ്. പരുന്തിന്റെ കണ്ണിന്റെ പ്രത്യേകത എന്നാണെന്നറിയാമോ? ഉയരത്തിൽ നിന്ന് കാര്യങ്ങളെ കാണും. നേരെ നോക്കുമ്പോ എല്ലാം ഭാരവും പ്രയാസമാണ്. ഇച്ചിരി ഉയരത്തിലോടൊരു കാഴ്ചപ്പാട് നമുക്ക് വേണം. ഈഗിൾസ് ആയി എന്ന് പറയും അതിനെ. സയന്റിസ്റ്റ് അതിന്റെ തിങ്കേഴ്സ് പറയുന്നതാണ് ഈഗിൾസ് ആയി. നമുക്ക് വേണ്ടത് അങ്ങനെ ഒരു കാഴ്ചപ്പാട്, ഉയരത്തിൽ നിന്നും ദർശിക്കാൻ കാര്യങ്ങൾ. ഇച്ചിരൂടെ ഉന്നതമായ കാഴ്ചപ്പാട് നമുക്ക് ഉണ്ടാകട്ടെ. പരിശുദ്ധാത്മ നിയോഗത്തിന്റെ ഒന്നാമത്തെ പ്രത്യേകത ദർശനത്തിലുള്ള ആഴം. നിന്റെ ദർശനം മാറും, ജീവിത വീക്ഷണം മാറും. എഴുതിക്കും. ദൈവാത്മാവ് ക്ലിയർ ആയിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുക ഓരോരുത്തരോട്. ജീവിത വീക്ഷണം മാറും. കർത്താവ് എന്ത് പറഞ്ഞു? ഇനി അതിനെപ്പറ്റി ഒരു ആഴത്തിനൊന്ന് പറയാൻ ദൈവാത്മാവിനോട് പറയുന്നു. പലതിനെ ചൊല്ലി വിചാരപ്പെട്ടിരിക്കുന്ന ചിലരൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. എന്തോ ആയിത്തീരും, അതെങ്ങനെയായിത്തീരും, ഇതെങ്ങനെയായിത്തീരും, കൊച്ചിന്റെ ഫീസ് അടയ്ക്കുന്നത് എങ്ങനെയാണ്, വാടക കൊടുക്കുന്നത് എങ്ങനെയാണ്, ഇതെങ്ങനെയാവും, അതെങ്ങനെയാവും. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ മക്കളെ തന്നത് ദൈവമാ. ഉറപ്പുള്ളവരൊക്കെ കരങ്ങൾക്ക് സ്തോത്രം പറഞ്ഞു. നമ്മുടെ സ്വന്തം അല്ല മക്കള്, നമ്മുടെ സ്വന്തം അല്ല. അതാദ്യം നമ്മൾ പറയണം. നമ്മുടെയാണെന്ന് പറയുമ്പോഴാ നമ്മുടെ മേൽ ഈ ഒരു ഭാരം മുഴുവൻ. ഇത് ദൈവത്തിന്റെയാ. വാക്യം കാണാതെ അറിയാവുന്ന ഒരാൾ പറഞ്ഞു, മക്കൾ ആരാ? ദൈവം തന്ന പ്രതിഫലമാന്നുള്ള വാക്യം കാണാതെ അറിയാവുന്ന ഒരാൾ പറഞ്ഞു. ടീച്ചർ ചോദിക്കട്ടെ. മക്കളെ യഹോവ നൽകുന്ന പ്രതിഫലവും ഉദരഫലം അവൻ തരുന്ന പ്രതിഫലം. വെരി ഗുഡ്, കൺഗ്രാജുലേഷൻസ്. ആ സിസ്റ്റർ ഒന്ന് കരമടിച്ച് പ്രോത്സാഹിപ്പിച്ചു. എന്റെ മീറ്റിങ്ങുകളിൽ ഇങ്ങനെ ഞാൻ വാക്യം ചോദിച്ചുകൊണ്ടിരിക്കും. വേറൊരാള് ഫിലിപ്പിയ ലേഖനം 4:13 കാണാതെ പറഞ്ഞു, എന്നെ ശക്തനാക്കുന്ന മുഖാന്തരം. വെരി ഗുഡ്, വെരി ഗുഡ്. വാക്യങ്ങൾ പറ, വചനം പറ. നിങ്ങളുടെ അകത്ത് ജീവൻ അങ്ങോട്ട് വ്യാപരിക്കും. ആള് മാറും. നിങ്ങൾ ആള് മാറണമെങ്കിൽ പരിശുദ്ധാത്മാവിൽ വചനം കത്തണം. പരിശുദ്ധാത്മാവിൽ വചനം കത്തണം. ഭയങ്കര ഡൈനാമിക്സ് ആണ്. ഡൈനാമിക്സ് എന്ന് പറയുന്നത്. അപ്പൊ ആ ഡൈനാമിക് പവർ ആണ്. ഇത് അകത്ത് ഇങ്ങനെ നിറഞ്ഞ് വചനം കൂടെ അങ്ങോട്ട് കത്തുമ്പോൾ എന്റെ പൊന്നു, ദൈവത്തിന്റെ മനുഷ്യൻ സകല സൽപ്രവൃത്തിക്കും ഒന്ന് കാണാൻ പറഞ്ഞു. എല്ലാത്തിനും എഴുത്തും
2 തിമോത്തിയോസ് 3:16-17 കാണാതെ പറ. എല്ലാ എല്ലാ തിരുവെഴുത്തും ദൈവനിശ്വാസ്യമാകയാൽ Very good. ദൈവത്തിന്റെ മനുഷ്യൻ സകല സൽപ്രവൃത്തിക്കും തികഞ്ഞവനാകേണ്ടതിന് തികഞ്ഞവനാകേണ്ടതിന് ഉപദേശത്തിനും ശാസനത്തിനും ഗുണീകരണത്തിനും നീതിയിലെ അഭ്യാസത്തിനും പ്രയോജനമുള്ളത് ആകുന്നു. വെരി ഗുഡ്, കൺഗ്രാറ്റുലേഷൻസ്. രാജസ്ഥാനിൽ നിന്ന് ഒരു അനുഗ്രഹിക്കപ്പെട്ട വചനം കേട്ടതിനായിട്ട് ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. രാജസ്ഥാനിലെ തണുപ്പിനകത്തും രാവിലെ എണ്ണീറ്റ് ഹല്ലേലൂയ വളരെ തണുപ്പിനകത്തും കർത്താവിന് വേണ്ടി ഉറക്ക വചനം പറയുവാൻ ദൈവം ബലപ്പെടുത്തിയില്ല. ദൈവം അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന്റെ തിരുവെഴുത്ത് എന്തിനാ തന്നേക്കുന്നത്? ദൈവശ്വാസീയമാ, പരിശുദ്ധാത്മാവിനാൽ എഴുതപ്പെട്ടതാ ഇത് മുഴുവൻ. ഒന്ന് പറ, കയ്യിലോട്ട് എടുത്തിട്ട് പറ, ഇത് മുഴുവൻ എന്നെ നന്നാക്കാനുള്ളതാന്ന് പറ. ഇത് എന്റെ സ്വത്താന്ന് പറ. ഇത് നമ്മുടെ സ്വത്താകണം, സ്വന്തമാകണം. ഇത് നമ്മുടെ സ്വന്തമാകണം. എന്റെ അപ്പൻ എനിക്ക് തന്ന പ്രോമിസാന്ന് പറ. എന്തിനാ? എന്നെ അവിടെ എത്തിക്കുവാൻ വേണ്ടിയുള്ളതാ. കൂടെ ഇരുത്താനാ. ഈ ആഴത്തിലെ വെളിപ്പാട് പുസ്തകത്തിൽ നിന്നൂടെ ഞാൻ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ കുറച്ചുകൂടെ ആഴത്തിലോട്ട് അങ്ങ് പോകേണ്ടി വരും. എന്താ പ്രോമിസ് എന്നറിയാവോ? യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തെ, യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിലും വെളിപ്പാട് പുസ്തകത്തിലും അതിന്റെ ആഴം പറഞ്ഞിരിക്കുന്നത്. കർത്താവിന്റെ സ്വത്രം 14-2-3 വാക്യങ്ങൾ ഒന്ന് വായിച്ചു. എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എന്റെ അടുക്കൽ ചേർത്തുകൊള്ളും. അതാ പ്രോമിസ്. എവിടെ ഇരുത്തുന്നേ പറഞ്ഞേ? എന്റെ കർത്താവ് ഇരിക്കുന്നിടത്ത്. കർത്താവ് ഇരിക്കുന്നിടത്ത് ഇരുത്താമെന്നുള്ളതാണ് പ്രോമിസ്. അപ്പൊ അവിടെ പോയി ഇരിക്കണമെങ്കിൽ ചില്ലറ ക്വാളിറ്റി പറ്റത്തില്ല. ചില്ലറ എന്താ പറയുക, അതിൻ്റെതായിട്ടുള്ള യോഗ്യതകൾ പോലെ കർത്താവ് പ്രതീക്ഷിക്കുന്ന യോഗ്യതയിൽ എത്തിയാൽ അവിടെ പോയിരിക്കാം. വെളിപ്പാട് പുസ്തകത്തില് ഈ 7 സഭകളോടുള്ള പ്രതിഫലം പറയുന്ന സമയത്ത് നമുക്കറിയാം, പ്രതിഫലം പറയുന്ന സമയത്ത് ഓരോരുത്തരെ പറ്റിയും പറഞ്ഞ് നമുക്കറിയാം, വേദപണ്ഡിതന്മാരുടെ അഭിപ്രായത്തില് ലവോദീഷ്യൻ ടൈം ആണല്ലോ ഇപ്പൊ പൊക്കോണ്ടിരിക്കുന്നത്. ലവോദിക്ക സഭയോടുള്ള ദൈവത്തിന്റെ ദൂത് പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? 3-ാം അധ്യായം ഒന്ന് എടുത്തേ. 3-ാം അധ്യായത്തിലേക്ക് വരുന്നുണ്ടോ? ഹല്ലേലൂയ. അതിന്റെ 21-ാം വാക്യം, ജയിക്കുന്നവന് ഞാൻ എന്നോടുകൂടെ എന്റെ സിംഹാസനത്തിൽ ഇരിപ്പാൻ വരം നൽകും. ഞാനും ജയിച്ച് എന്റെ പിതാവിനോടുകൂടെ അവന്റെ സിംഹാസനത്തിൽ ഇരുന്നത് പോലെ തന്നെ. മതി, അതാ വേണ്ടേ. എന്തോ ചെയ്യണം? ജയിക്കണം. ജയിക്കണം. എങ്ങനെ ജയിക്കാൻ പറ്റുന്നേ? പരിശുദ്ധാത്മ നിറവേ. എങ്ങനെ ജയിക്കാൻ പറ്റുന്നേ? വചന നിറവേ. എങ്ങനെ ജയിക്കാൻ പറ്റുന്നേ? എന്റെ കഴിവെല്ലാം മാറ്റി വെച്ചിട്ട് ജയിനി ഈസ് സീറോ എന്ന് പറഞ്ഞ് കർത്താവിന്റെ സന്നിധിയിലേക്ക് ഇറങ്ങി നിന്ന് കർത്താവിൽ നിന്നും പ്രാപിച്ചാൽ ജയിക്കാൻ പറ്റും. എന്റെ എഡ്യൂക്കേഷനും എന്റെ ബാക്ക്ഗ്രൗണ്ടും എന്റെ എക്സ്പീരിയൻസും പറഞ്ഞുകൊണ്ട് നിന്നാൽ നോ യൂസ്. എന്റെ ക്വാളിഫിക്കേഷനും എനിക്ക് അതൊക്കെ ചെയ്തിട്ടുണ്ട്, എനിക്ക് എന്റെ കയ്യിൽ ഇന്ന സർട്ടിഫിക്കറ്റ് ഉണ്ട്, എന്റെ ആ ഡിഗ്രി ഉണ്ട്, എന്റെ ഡി മാസ്റ്റേഴ്സ് ഉണ്ട്, എന്റെ ആ ഒരു ക്വാളിഫിക്കേഷൻ ഉണ്ട്, എന്റെ ഇത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. നോ യൂസ് മൈ ഡിയേഴ്സ്. ഇന്ന് ദൈവത്തിന് നിന്നെ ഉപയോഗിക്കണോ? ദൈവത്തിന്റെ ഹിതപ്രകാരം നിൽക്കണമെന്ന് ആഗ്രഹമുണ്ടോ? ദൈവമഹത്വം വെളിപ്പെടുത്തണമെന്ന് ആഗ്രഹമുണ്ടോ? ലെറ്റ് മീ ടെൽ യു, ഞാനൊരു കാര്യം പറയട്ടെ. കർത്താവിന്റെ സന്നിധിയിലോട്ട് കയറി ചെല്ലണം. മുറിയെല്ലാം അടയ്ക്കണം, ഡോറൊക്കെ ക്ലോസ് ചെയ്യണം, ഒരു പായ എടുത്ത് ഇടണം, നിലത്തോട്ട് വീഴണം, ഒരുപാട് വീഴണം, കരയാൻ തുടങ്ങണം, പാപങ്ങൾ ഏറ്റുപറയണം. എന്തൊക്കെ വന്നോ അതെല്ലാം ഏറ്റുപറയണം. ദൈവഹിതത്തിനകത്ത് ചിന്ത വന്നിട്ടുണ്ടെങ്കിൽ ഏറ്റുപറയണം. അതിനാ ഉപവാസം. ആത്മതപനം. ആത്മതപനം എന്താ മീനിങ്? ആത്മാവിലെ കുറവുകൾ കണ്ടെത്തണം. ഒരു മനുഷ്യനും അറിയത്തില്ല, ഈ ലോകത്ത് ഒരു മനുഷ്യനും കേട്ടിട്ട് പോലുമില്ല നമ്മെപ്പറ്റി അങ്ങനെ ഒരു കാര്യം ആർക്കും അറിയത്തില്ല. ഞാൻ ഇന്ന് രാവിലെ ഈ മീറ്റിങ്ങിന് വേണ്ടി ദൈവസന്നിധിയിൽ വെളുപ്പിനെ ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് ദൈവാത്മാവിനെ പറഞ്ഞൊരു കാര്യം കൃത്യമായി ഞാൻ എന്നോട് പറഞ്ഞതുകൊണ്ട് പറയുക. എന്നോട് ദൈവാത്മാവ് ചൂണ്ടിക്കാണിച്ച് എന്നെ മാനസാന്തരപ്പെടുത്തിയ ഒരു മേഖലയാണ്. എനിക്ക് ഗാർഡനിങ് ഭയങ്കര ഇഷ്ടമാണ്. ഗാർഡനിങ് കോളേജിൽ നിന്ന് വന്നാൽ ചിലപ്പോൾ രാത്രിയാണെങ്കിലും ചെടി നടും. രാത്രി ചിലപ്പോൾ ക്ലാസ്സിൽ ടെറസെ കൊണ്ട് മണ്ണും വളവും എല്ലാം വെച്ചേക്കുക. ചെടി എവിടുന്നേലും കിട്ടിയാൽ ചിലപ്പോൾ രാത്രി ആയിരിക്കും, മാറ്റി നടും. ലൈറ്റ് ഇട്ട് അതിന്റെ കാര്യങ്ങൾ മെനക്കെടുത്തി ചെയ്യും. സമയം കിട്ടുമ്പോൾ ഇച്ചിരി ഫ്രീ ടൈം കിട്ടിയാൽ എവിടെയാണോ നല്ല ഗാർഡനിങ്ങിനെ കുറിച്ചുള്ള വീഡിയോസ് ഉള്ളത് അത് കാണും. ഒരു കർത്താവിന്റെ ആത്മാവിനോട് ചോദിച്ചു, എത്ര സമയം ഇന്ന് ഗാർഡനിങ്ങിന് വേണ്ടി മാറ്റി വെച്ചു?
അതിനു മുമ്പ് കർത്താവിന്റെ ദാസൻ എന്നോട് പറഞ്ഞു കിട്ടുന്ന സമയം ഹല്ലേലൂയ നീ എല്ലാം ചെയ്യുന്നുണ്ട്, പക്ഷെ ഒരു ലെഷർ ടൈം കിട്ടുന്നത് ചെയ്യണം, പക്ഷെ ഒത്തിരി ആകരുത്. ഒരു ദിവസം കർത്താവിന്റെ ആത്മാവിനോട് ചോദിച്ചു, ഇന്ന് എത്ര നേരം ഗാർഡനിങ്ങിന്റെ വീഡിയോ കണ്ടു? ഓർക്കിഡ് എങ്ങനെ നടാം, റോസ് എങ്ങനെ നടാം, എങ്ങനെ നല്ല വളം ഉണ്ടാക്കാം, എങ്ങനെ അത് ചെയ്യാം, എങ്ങനെ ഇത് ചെയ്യാം, എങ്ങനെ അതങ്ങനെ ചെയ്യാം, പച്ചക്കറി എങ്ങനെ നന്നാക്കിയെടുക്കാം, എല്ലാ ആവശ്യമാണ്, എല്ലാം വേണം, പച്ചക്കറി നടണം, എല്ലാം ചെയ്യണം. പക്ഷെ എത്ര സമയം നീ കളഞ്ഞതിന് വേണ്ടി? ഞാൻ പറഞ്ഞു 2 മണിക്കൂർ. എല്ലാം കൂടെ നോക്കിയപ്പോ ഏകദേശം 2 മണിക്കൂർ. ഞാൻ 1 മണിക്കൂർ ചെടി നടാൻ പോയി, ചെടിയുടെ പുറകെ പോയി, 1 മണിക്കൂർ വീഡിയോയും കണ്ടു. എനിക്ക് അന്ന് കിട്ടിയ അടി നല്ല 1-ാം തരം അടിയായിരുന്നു. എന്തുവാ നമ്മുടെ പ്രയോറിറ്റി? എല്ലാം വേണം, എല്ലാം വേണം. എന്താ നമ്മൾ കാണുന്നതിന് കർത്താവ് നോക്കുക, എന്തോ നമ്മൾ കേൾക്കുന്നതിന് കർത്താവ് നോക്കുക. ഞാൻ ആഴത്തിൽ കുറച്ചുകൂടെ പറയട്ടെ. വിമർശനങ്ങൾ കേൾക്കാൻ പോകട്ടെ. വിമർശനത്തിന്റെ വീഡിയോ നിന്നെ ഒരിക്കലും ഡെവലപ്പ് ചെയ്യത്തില്ല. അവരെ ഇവരെയും കുറ്റം പറയുന്ന വീഡിയോ കാണാൻ പോകട്ടെ. നമ്മുടെ കാശും കൊടുക്കണം, കേൾക്കണം, നമ്മുടെ ഡേറ്റായും ചെലവാകും, നമ്മുടെ സമയം, ഏറ്റവും വലിയത് നമ്മുടെ സമയമാണ്. പോലെ പരിശുദ്ധാത്മ നിയോഗമുള്ളവൻ അതിന്റെ പുറകെ പോകത്തില്ല. നോ പറയും, എനിക്കത് കാണണ്ട, എനിക്കത് കേൾക്കണ്ട. 10 പേര് പറയും, ഒരു പക്ഷെ പറയൂ, എനിക്ക് എന്റെ ഒരു അലമിൽ പറ്റുന്ന കാര്യങ്ങളാണ്. ടീച്ചറിന് ഇതിനെ കുറിച്ചൊന്നും വലിയ ഗ്രാഹ്യമില്ലേ? ഇല്ല. ഞാൻ ITOI, എന്നോട് ഒരാൾ പറഞ്ഞു, ഞാൻ അവിടെ ഇതിനകത്ത് കണ്ടു, ഞാൻ ഇവിടെ കണ്ടു, ഇന്നോറെ കണ്ടു. എനിക്കറിയത്തില്ല അതെന്തുവാണ്. പറ. തിന്മയ്ക്ക് അജ്ഞരായിട്ട് തന്നെ ഇരിക്കട്ടെ, നന്മയ്ക്ക് ജ്ഞാനികളാകുക. നന്മയ്ക്ക് ജ്ഞാനിയാകുക, തിന്മയ്ക്ക് അജ്ഞരായിരിക്കുക. സ്തോത്രം. നന്മയ്ക്ക് ജ്ഞാനിയാകുക, തിന്മയ്ക്ക് അജ്ഞരായിരിക്കുക. എനിക്കറിയില്ല, അങ്ങനെ ഒന്ന് പറയാമോ? എനിക്കറിയില്ല അതിനെക്കുറിച്ച്. കർത്താവെ, ഞാൻ അതിനു വേണ്ടി ഒത്തിരി സമയം കളയത്തില്ല. ഇന്ന് ദൈവാത്മാവ് ഓരോരുത്തരെയും ഞാൻ പറഞ്ഞല്ലോ, സ്വർഗീയനാക്കുക എന്നുള്ള ഉദ്ദേശമായതുകൊണ്ട് തന്നെ ഡീപ്പായിട്ടാണ് പരിശുദ്ധാത്മാവ് കയറി ഇറങ്ങി പ്രവർത്തിക്കുന്നത്. അതിനകത്ത് ദൈവത്തിന്റെ വചനം ഇരുവായുത്തിലുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയുള്ളതായതുകൊണ്ട് ഇഷ്ടമില്ലാത്തതും മുറിവ് പറ്റുന്നതും നോവുന്നതും ഒക്കെ പറയുന്ന ഉടനെ എന്നോട് ഇങ്ങനെ പറഞ്ഞല്ലോ എന്നല്ല, മറിച്ച് പ്രതീക്ഷിക്കുക, അത്രയ്ക്ക് വലിയ എക്സ്പെക്ടേഷനാണ്. എക്സ്പെക്ടേഷൻ അത്രയും വലുതാ. തന്ന വിലയും എന്റെയിലും നിന്നിലും ഇൻവെസ്റ്റ് ചെയ്തതും അത്രയും വലുതാ. ഇറ്റ്സ് നോട്ട്, അത് വളരെ എന്താ പറയാ, ഈസി ആയിട്ട് അതിനെ കാണല്ലേ. പലപ്പോഴും ഇന്നത്തെ കാലത്ത് പറ്റുന്ന ഏറ്റവും വലിയ പരാജയം എന്നാണെന്നറിയാവോ? ഈസി ആയിട്ടാ, ഞാൻ രക്ഷിക്കപ്പെട്ടു, ഞാൻ സ്നാനപ്പെട്ടു, ഞാൻ അഭിഷേകം പ്രാപിച്ചു, സോ ഐ ക്യാൻ ലീവ് എ ഹോളി ലൈഫ്. നോ, യു കാനോട്ട് ലീവ് എ ഹോളി ലൈഫ്. എങ്ങനെ ലീവ് ചെയ്യാൻ പറ്റുന്നേ? എങ്ങനെ? പരിശുദ്ധാത്മ. ഇതാണ് പ്രത്യേകത. പരിശുദ്ധാത്മ നിറവിൻ ജീവിതം വചനത്തിൽ ആഴമിറങ്ങി നിന്നാൽ പാപത്തോട് ജയം, ലോകത്തോട് ജയം, ജീവന പ്രതാപങ്ങളോട് ജയം. എന്റെ ഏറ്റവും മികച്ചതാക്കണം, എന്റെ സാരിക്ക് വേണ്ടി, എന്റെ തുണിക്ക് വേണ്ടി എത്ര സമയം കളയാറുണ്ട്? എന്റെ വീട്ടിലെ ക്രമീകരണത്തിന് വേണ്ടി എത്ര സമയം കളയാറുണ്ട്? കുക്കിങ്ങിന് വേണ്ടി എല്ലാം വേണം. ബട്ട് പ്രയോറിറ്റി ഫോർ ക്രൈസ്റ്റ്. പ്രയോറിറ്റി കർത്താവിനാണോ ബാക്കി പലതിനുമാണോ? ഒരു ദിവസത്തെ എത്ര സമയം കർത്താവിന്റെ കൂടെ ഉണ്ട്? കർത്താവ് ഇന്ന് ഞാൻ എൻ്റെ അടിസ്ഥാനപരമായ ഒരു കൊമേഴ്സ് ഗ്രാജുവേറ്റാണ്. നമ്മൾ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യും, അല്ലെങ്കിൽ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യും. നമ്മൾ എന്തോ ചെയ്യുന്നത്? എന്തൊക്കെയാണോ മൈനസ് വന്നേക്കുന്നത് അതെല്ലാം നമ്മൾ എന്തെടുക്കും? ക്ലിയർ ചെയ്യും. എന്തൊക്കെയാണോ കുറവ് വന്നേക്കുന്നത് അതെല്ലാം ക്ലിയർ ചെയ്യും. എവിടെയാണോ പരാജയം വന്നേക്കുന്നത് അത് ക്ലിയർ ചെയ്യും. ക്ലിയർ ചെയ്ത് 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 നമ്മൾ ക്രമീകരിച്ച് ക്രിസ്തുവിന് അനുരൂപരായി നമ്മൾ അങ്ങ് മാറും. നോക്കൂ, ഈ റൂമിലെ ലൈറ്റ് പോയി, ഇതെന്നെ ബാധിക്കുന്നേ ഇല്ല. ശ്രദ്ധിക്കണേ, ഈ റൂമിലെ കറണ്ട് പോയി, എന്നെ ബാധിക്കണ്ട. ഇലക്ട്രിസിറ്റി പോയി, ലെറ്റ് ഇറ്റ് ഗോ. ചിലപ്പോൾ ഈ ശബ്ദം പോയേക്കാം, പോട്ടെ, കർത്താവിന്റെ അനുരൂപരായി തീർക്കുക. അങ്ങനെ ആ ഒരു ലെവലിലോട്ട് കയറി ചെല്ലുമ്പോൾ, അതാ പറഞ്ഞത്, എന്നാ പറഞ്ഞപ്പോഴത്തേക്ക് കൂടി വന്നു. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. അടുത്ത ലെവലിലേക്ക് നമ്മൾ കയറി ചെല്ലുക എന്നുള്ള ദൈവം ആഗ്രഹിക്കും. ക്ലാസ്സുകളിലൊക്കെ ഞാൻ പറയുന്ന ഒരു കാര്യമാണ്, 10th സർട്ടിഫിക്കറ്റ് നല്ല കാര്യമാണ്, നമുക്ക് 10th സർട്ടിഫിക്കറ്റ് ഉണ്ട്. പക്ഷെ 10th സർട്ടിഫിക്കറ്റ് കൊണ്ട് സാറ്റിസ്ഫൈഡ് ആയി നിൽക്കാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. അടുത്ത ലെവൽ എക്സാം എഴുതണം, അടുത്ത ലെവൽ എക്സാം പാസ്സാകണം, അത് കഴിഞ്ഞ് അടുത്ത ലെവൽ എക്സാം എഴുതണം, അത് കഴിഞ്ഞ് അടുത്ത ലെവൽ എക്സാമും എഴുതണം, അത് കഴിഞ്ഞ് അടുത്ത ലെവൽ എക്സാമും എഴുതണം. പറ്റുമോ? പറ്റും. നത്തിങ് ഈസ് ഇമ്പോസിബിൾ. ഞാനിപ്പം ഒരു ബൈബിൾ കോളേജിൽ ഗ്രീക്ക് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. 2-3 പഠിപ്പിക്കുന്നുണ്ട്. ഒരിടത്ത് പഠിപ്പിക്കുമ്പോൾ അവിടെ നല്ല പ്രായമുള്ളൊരു സ്ത്രീ പഠിക്കുന്നുണ്ട്, ഒരു ആന്റി.
വലിയ വിദ്യാഭ്യാസമൊന്നുമില്ല, പക്ഷെ ഭയങ്കര ബുദ്ധിമുട്ട്, ശാരീരിക ന്യൂറോ ഇഷ്യൂസ് ഉള്ള സഹോദരിയാണ്. പക്ഷെ എങ്കില് ഇങ്ങനെ വരച്ചോണ്ടിരിക്കും. പക്ഷെ ബസ്സേ കയറി ബൈബിൾ കോളേജിൽ വരും പഠിക്കാനായിട്ട്. ആ സഹോദരിയാണ് അതിന് ഈ ഗ്രീക്ക് ആൽഫബറ്റ്സ് ഒക്കെ പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ ആ സഹോദരി എന്നോട് പറയാ, എന്റെ ടീച്ചറെ എന്റെ ഹൃദയത്തിലോട്ട് പതിയുന്നില്ല. ഞാൻ പറഞ്ഞു, പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കുക, നിനക്ക് അസാധ്യമായി ഒന്നുമില്ലെന്ന് ദൈവത്തിന്റെ ആത്മാവ് നിന്നെ അങ്ങ് ബലപ്പെടുത്തും. എന്റെ കർത്താവിന് അസാധ്യമായിട്ട് ഒന്നുമില്ല, പറ. എന്റെ കർത്താവ് എന്നിൽ വസിക്കുകയായതുകൊണ്ട് തന്നെ എനിക്കത് പറ്റും. നത്തിങ് ഈസ് ഇമ്പോസിബിൾ. ഇമ്പോസിബിൾ എന്നുള്ള വാക്ക് മാത്രമേ ഇമ്പോസിബിൾ ആയിട്ടുള്ളൂ, വേറെ ഒന്നും ഇമ്പോസിബിൾ അല്ല. ദൈവത്തിന് സ്തോത്രം. ഒത്തിരി ഞാൻ എഴുതി വെച്ചിട്ടുള്ള ഒത്തിരി കാര്യങ്ങളുണ്ട്. ശ്രേഷ്ഠരായ അനേക ദൈവഭക്തന്മാർ പറഞ്ഞ്, ഞാൻ അങ്ങോട്ടൊന്നും പോവാൻ ദൈവാത്മാവിനെ ഹാലലിയ ഞാൻ സമയം കേൾക്കുന്നത്, എന്റെ സമയം മുഴുവൻ വളരെ കൃത്യതയോടെ മുമ്പോട്ട് പോവുക. പരിശുദ്ധാത്മ നിയോഗത്തിന്റെ ജീവിതത്തിൽ പാപത്തോടും നോ, ജഡസ്വഭാവങ്ങളോടും നോ, ഹാലലിയ ഇഷ്ടങ്ങളോട്, കേട്ടോണേ, എന്തെങ്കിലുമൊക്കെ ജീവനത്തിന്റെ പ്രതാപം, മറ്റുള്ളവരുടെ മുമ്പിൽ ഞാൻ ആരോ ആണെന്ന് കാണിച്ചു കൂട്ടാൻ വേണ്ടി ചെയ്യുന്നതെല്ലാം പരാജയം. വസ്ത്രമാകട്ടെ, ഏത് ഭവനമാകട്ടെ, വണ്ടിയാകട്ടെ, നോ. അതിനുവേണ്ടി സമയം ഒത്തിരി കളയല്ലേ. ഗ്രഹിക്കുന്നവർക്കായിട്ട് സ്തോത്രം. പരിശുദ്ധാത്മ നിറവിലാ ജീവിക്കുന്നതെങ്കിൽ അവിടെ ദൈവം ഉപയോഗിക്കും. നീ ആയിരിക്കുന്നിടത്ത് എനിക്ക് കൃത്യതയോടെ ഞാൻ ദൈവാത്മാവിന്റെ ദൂത് വിളിച്ചു പറയുക. അസാധ്യതകളെ പറഞ്ഞുകൊണ്ടിരിക്കേണ്ട. കർത്താവ് എന്നെ ഉപയോഗിക്കണമെന്ന് പറ. ആളുകളെ കണക്ട് ആക്കും. ഒരാളാണ് കരയുന്ന ഒരു ദേശത്ത് ദൈവം അടുത്ത ആളെ കണക്ട് ആക്കും. ഈ എബനേസർ മലയാളം ഫെലോഷിപ്പ്, കർത്താവിന് സ്തോത്രം, എന്തുകൊണ്ടാണ് ഇത്രയും പേരെ കണക്ട് ചെയ്തത്? ഒരു കർത്തദാസിന്റെ മനസ്സിലേക്ക് ആ ഒരു വിത്തിനെ ദൈവം ഇട്ടു. അത് വളർന്നു, അത് വലുതായി, ദർശനം വലുതായപ്പോൾ അവിടെ ഒരു മീറ്റിംഗ് തുടങ്ങി. ആ ദർശനം വലുതായപ്പോൾ ഇത് ഇവിടം കൊണ്ട് നിന്നാൽ പറ്റുകയില്ല, അനേകരിലേക്ക് ഇത് പകരണമെന്ന് മനസ്സിലായി. അത് നോക്കൂ, ആ ദർശനം ലോകവ്യാപകമായി. ലോകത്തിന്റെ എല്ലാ വൻകരകളിൽ നിന്നും 113 ഡിവൈസ് ഇന്ന് ഇവിടെ ജോയിൻ ചെയ്യുക എന്നുള്ളത് ആ ദർശനത്തിന്റെ വ്യാപ്തിയാണ്. എന്നിലും നിന്നിലും പകർന്നിരിക്കുന്ന ദർശനം നമ്മൾ കൊണ്ട് അവസാനിച്ച് ഇവിടം കൊണ്ട് തീരേണ്ടതല്ല. തുരുമ്പിച്ച് തീരാൻ നിൽക്കേണ്ട, തേഞ്ഞ് തീരാൻ നിൽക്കുക. തുരുമ്പിച്ച് തീരാനും, ഹല്ലേലൂയ, മൂടി വെച്ച അയ്യോ ഞാൻ ഇത്രയൊക്കെ ഉള്ളൂ, എന്നെ കൊണ്ട് ഇതൊക്കെ പറ്റത്തുള്ളൂ, അവരെന്നെ കളിയാക്കുമോ, ഇവരെന്നെ കളിയാക്കുമോ? ലെറ്റ് ദം കളിയാക്ക്. അവര് കളിയാക്കട്ടെ. അതിനായിട്ടൊന്ന് സ്തോത്രം പറ. കർത്താവിന്റെ ഫസ്റ്റ് മെസ്സേജ് ലൂക്കിന്റെ പ്രകാരം, ലൂക്ക് എഴുതിയേക്കുന്നത് ഓരോരുത്തരുടെ വ്യത്യസ്തമാണ്. ലൂക്ക് എഴുതിയേക്കുന്നത് നസ്രത്ത് മാനിഫെസ്റ്റോയാണ്. കർത്താവിന് സ്തോത്രം. നസ്രത്തിലെ തന്റെ സിനഗോഗിലേക്ക് കർത്താവ് വന്നു. അങ്ങോട്ട് സംസാരിച്ചു തുടങ്ങിയപ്പോൾ എന്തൊരു ലാവണ്യ വാക്കുകൾ. ഡെപ്തിലോട്ട് ഇറങ്ങിയപ്പം ഇവനെ ഇപ്പൊ കൊല്ലണം. 4-ാം അധ്യായം ലൂക്കോസിന്റെ സുവിശേഷം. ഡെപ്തിലോട്ട് ആദ്യം പറയുമ്പോ ഭയങ്കര സ്വീകരണ കേട്ടോ. നീ ആഴത്തിലോട്ട് ഇറങ്ങുമ്പം കുറവ് പറയുമ്പോൾ, ക്രമീകരിക്കാൻ പറയുന്നോടനെ നിന്നെ ആളുകൾ വെറുക്കും. കണ്ടിട്ട് നിന്നെ കൊല്ലാനായിട്ടൊക്കെ കൊണ്ട് അവിടെ ഇരിക്കുന്ന കണ്ടോ, ആ മലയുടെ അറ്റത്തൂന്ന് താഴോട്ട് തള്ളിയിടാൻ നോക്കി. യേശു അവരുടെ ഇടയിൽ കൂടി നടന്നുപോയി എന്ന് പറഞ്ഞ് തള്ളിയിടാൻ നോക്കുന്നവരുടെ ഇടയിൽ കൂടെ തല ഉയർത്തി നടക്കാൻ ദൈവം നിന്നെ ബലപ്പെടുത്തും. യേശു കർത്താവ് അത് ചെയ്തുവെങ്കിൽ നമുക്കും പറ്റും. സ്തോത്രം. അടുത്ത ലെവലിലേക്ക് ഒരു അഭിഷേകം വ്യാപരിക്കട്ടെ എന്ന് പറയും. ആഴമായി ശാന്തമായി ദൈവാത്മാവ് ഇടപെട്ടുകൊണ്ടിരിക്കുക. നെക്സ്റ്റ് ലെവൽ അഭിഷേകത്തിനായി കാത്തിരിക്കാമോ? നെക്സ്റ്റ് ലെവൽ ദൈവകൃപയ്ക്കായി കാത്തിരിക്കാമോ? നെക്സ്റ്റ് ലെവൽ വചന പഠനത്തിനായി കാത്തിരിക്കാമോ? ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, പായിടുക, പ്രാർത്ഥിക്കുക, കരയുക. കർത്താവിന് സ്തോത്രം. ഇന്നലെ രാത്രി എന്നെ എൻ്റെ ഒരു സ്റ്റുഡന്റ് വിളിച്ചു. ഹല്ലേലൂയ, ഞാൻ അടുത്തൊരു മീറ്റിങ്ങിലേക്ക് എനിക്ക് ജോയിൻ ചെയ്യേണ്ടതുണ്ട്. പക്ഷെ ആ സഹോദരിയുമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് എനിക്ക് അറിയത്തില്ല ദൈവ സാന്നിധ്യത്തിന്റെ നിറവ് ഈ ഭവനത്തിനകത്ത്, ഈ മുറിക്കകത്ത് നിറയുവാനിടയായി. ഞാൻ നിങ്ങളോടൊന്ന് പറയാം, നിങ്ങൾ ഇരിക്കുന്നിടത്ത് നിങ്ങളെ ആള് മാറ്റിയെടുക്കും. കർത്താവിന്റെ സന്നിധിയിൽ അവൻ രോഗികളെ സൗഖ്യമാക്കുന്ന കർത്താവ്. നിന്റെ ഹൃദയത്തിന്റെ ആഴത്തിൽ ഏറ്റേക്കുന്ന മുറിവുണ്ടല്ലോ, റേബേലെ ഖബാരവ, ഗീതാ സണ്ണി സിസ്റ്റർ ദൈവാത്മാവ് കൃത്യതയോട് നിന്നോട് സംസാരിക്കുന്നു. ലിഖോലബ ഖബാരവ, മുറിവിനെ കെട്ടി അടുത്ത ലെവൽ അഭിഷേകത്തോടെ അടുത്ത ശുശ്രൂഷയ്ക്കായി ദിവസങ്ങളിൽ ഒരുക്കിക്കൊണ്ടിരിക്കുക. മുറിവിനെ കെട്ടി അടുത്ത ലെവൽ ശുശ്രൂഷയ്ക്കായി കർത്താവ് ഒരുക്കിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് ഹല്ലേലൂയ, അധികം പ്രാപിക്കുവാൻ ഞാൻ എപ്പോഴും പറയും, ഈ നമുക്കൊരു ഉത്തരവാദിത്തമേ കിട്ടുന്ന ഉടനെ നമ്മൾ അതിനുവേണ്ടി ഒത്തിരി പ്രിപ്പയർ ചെയ്യും. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ എന്നെ ഗ്രീക്ക് പഠിപ്പിക്കാനായിട്ട് 2-3 അടുത്തുനിന്ന് വിളിച്ചു. അപ്പൊ ഞാൻ എന്തെടുത്തെന്നറിയാവോ? എനിക്ക് ഇതുവരെയുള്ള അറിവിനപ്പുറമായി കുറച്ചുകൂടി എനിക്ക് പഠിച്ചേ പറ്റത്തുള്ളൂ. അത്രയ്ക്ക് എനിക്ക് നല്ല കോമ്പിറ്റന്റ് ആവണം.
ഞാൻ അത്രയ്ക്ക് കഴിവുള്ളവരായി അവരുടെ മുമ്പിൽ നിന്ന് അത് പഠിപ്പിക്കണമെങ്കിൽ എനിക്ക് ഗ്രാമറിനകത്ത് നല്ല ഗ്രിപ്പ് വേണം. എവിടുന്ന് ഒരു ചോദ്യം വന്നാലും അത് ഉത്തരം പറയാനുള്ള ഗ്രിപ്പ് എനിക്ക് ഉണ്ടാവണം. സോ ഞാൻ എന്തെടുക്കും, സമയങ്ങൾ വേർതിരിച്ച് അത് പഠിക്കും. നമ്മുടെ കയ്യിൽ സർട്ടിഫിക്കറ്റ് ഉണ്ട്, കാര്യമില്ല. സർട്ടിഫിക്കറ്റ് കൊണ്ട് കാര്യമില്ല. പ്രസന്റ് ചെയ്യണമെങ്കിൽ നമ്മൾ അപ്ഡേറ്റഡ് ആയിരിക്കണം. കർത്താവിന്റെ സന്നിധിയിൽ അപ്ഡേറ്റഡ് ആണോ? നെക്സ്റ്റ് ലെവൽ ഒരു അഭിഷേകം വ്യാപരിക്കുന്നുണ്ടോ? നെക്സ്റ്റ് ലെവൽ ഒരു ദൈവകൃപയ്ക്കായിട്ട് പ്രാർത്ഥിക്കാമോ? വചനം ആഴോ? ഈ ദൈവത്തിന്റെ ആത്മാവ് എന്തൊക്കെയാ ചെയ്യുന്നതെന്ന് കൃത്യമായി ഒരൊറ്റ അധ്യായത്തിൽ എന്തുമാത്രം എനിക്ക് പറയാനുണ്ടെന്ന് അറിയാമോ? എനിക്കറിയത്തില്ല. ഒന്ന്, ഞാൻ ഇനി പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് അങ്ങ് പറയാം. വ്യക്തിപരമായ ബന്ധത്തിൽ പേഴ്സണൽ റിലേഷൻഷിപ്പ് എങ്ങനെയുണ്ട്? ഇൻഡിവിജ്വൽ ലൈഫ് ഒന്നത് വിശുദ്ധീകരിച്ചുകൊണ്ടിരിക്കും. പരിശുദ്ധാത്മാവ് പാപത്തിൽ നിന്നും, ഇന്ന് നമ്മൾ പഠിച്ചത് മുഴുവൻ ഓർക്കുക, ഈ വചനം മുഴുവൻ, പാപത്തിൽ നിന്ന് നിന്നെ വിശുദ്ധീകരിച്ചുകൊണ്ടിരിക്കും. നോ പറയും നിന്നോട്. നോ. ഗലാത്യലേഖനം 5:16 തൊട്ട് നിങ്ങൾ കാണാൻ പഠിച്ചു, ആത്മാവിനെ അനുസരിച്ച് നടപ്പിൻ, എന്നാൽ നിങ്ങൾ ജഡത്തിന്റെ മോഹം നിവർത്തിക്കയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ജഡാഭിലാഷം ആത്മാവിലാഷം ജഡത്തിന് വിരോധമായി പ്രവർത്തിക്കുന്നു. നിങ്ങൾ ഇച്ഛിക്കുന്നത് ചെയ്യാതെ വേണം. ഇവ തമ്മിൽ പ്രതികൂലമായിരിക്കുന്നല്ലോ. ആത്മാവിന്റെ ഫലമോ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം. ഈ വകയ്ക്ക് വിരോധമായി ഒരു ന്യായപ്രമാണവും ഇല്ല. കാണാതെ അങ്ങോട്ട് പറ, വചനം കാണാതെ പറ. നിന്റെ അകത്ത് വചനത്തിന് നിറവ് അങ്ങോട്ട് വ്യാപരിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചം. ഹല്ലേലൂയ. യോഹന്നാൻ 1:4 അവനിൽ ജീവൻ ഉണ്ടായിരുന്നു, ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. വെളിച്ചം ഇരുട്ടിൽ പ്രകാശിക്കുന്നു, ഇരുളോ അതിനെ പിടിച്ചടക്കിയില്ല. നമ്മിൽ പ്രകാശിക്കുന്ന ജീവന്റെ വെളിച്ചമായ യേശു ക്രിസ്തു നിറഞ്ഞു നിൽക്കുമ്പോൾ ഇരുട്ടുണ്ടാക്കുന്ന ജഡസ്വഭാവങ്ങളുടെ മേൽ ജയമെടുത്ത് ദൈവ സാന്നിധ്യത്തിന്റെ നിറവിൽ പാപത്തോട് ജയിക്കുവാൻ, രോഗ സ്വഭാവങ്ങളോട് ജയിക്കുവാൻ നിന്നെ വലിച്ച്, ഹല്ലേലൂയ, ദൈവാത്മാവിനെ ഒരു ദർശനം കാണിച്ചത് ഞാൻ വിളിച്ചു പറയട്ടെ. ഹല്ലേലൂയ. വളരെ വിടുവിക്കപ്പെടുവാൻ എനിക്കത് വേണ്ട എന്ന് പറഞ്ഞാൽ പിന്നെയും വലിച്ച് അതിലോട്ടാക്കാൻ നോക്കുന്ന ചില ബന്ധങ്ങളോട് നോ പറയുവാൻ ദൈവത്തിന്റെ ആത്മാവ് കൃത്യമായ ആലോചന പറയും. ചിലതിനോട് നോ പറ, ചിലതിനെ ബ്ലോക്ക് ചെയ്യാം. മിണ്ടണ്ട പറയണ്ട എന്നൊക്കെ ഓർത്താലും പിന്നെ അങ്ങനെ ഇരിക്കുമ്പോ ഒരു മെസ്സേജ് നോ. കൃത്യമായ ദൈവാത്മാവിൽ ഞാൻ വിളിച്ചു പറയാം, നോ. നിന്നെ നശിപ്പിക്കാനുള്ള പിശാചിന്റെ തന്ത്രമാ ബന്ധം. യു ഹാവ് ടു ഗെറ്റ് റിഡ് ഓഫ് ഇറ്റ്. നീ അതിനെ എറിഞ്ഞു കളക, അതിനെ വേണ്ടത് വെക്കുക. ആ റിലേഷൻഷിപ്പിനോട് നോ പറയാൻ പറ്റണം. ദൈവത്തിന് സ്തോത്രം. കർത്താവ് പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട് യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തില്. എന്നെ വളരെ ധൈര്യപ്പെടുത്തുന്ന ഒരു വചനമാണ്. നിങ്ങളൊന്ന് എടുത്തേ, യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം, എല്ലാവരും എടുത്തേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. 14-ാം അധ്യായത്തിന്റെ ആ ലാസ്റ്റ് പാരഗ്രാഫിലേക്ക് ഒന്ന് വന്നേ. എല്ലാവരും ബൈബിൾ ഒന്ന് എടുത്ത്. യേശു കർത്താവ് നമ്മോട് പറയുന്ന ഒരു വലിയ സ്റ്റേറ്റ്മെന്റ് ആണ്. 14-ാം അധ്യായത്തിന്റെ ലാസ്റ്റ് പാരഗ്രാഫിലേക്ക് വരുമ്പോൾ അതിന് 27 തൊട്ടൊന്ന് വായിച്ചേ. സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. ലോകം തരുന്നത് പോലെയല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത്. നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്, 25 വായിച്ചോ. 25 ഞാൻ നിങ്ങളുടെ കൂടെ വസിക്കും, നിങ്ങളുടെ അടുക്കൽ മടങ്ങി വരികയും ചെയ്യും എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞത് കേട്ടുവല്ലോ. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എന്റെ പിതാവിന്റെ അടുക്കൽ പോകുന്നതിനാൽ നിങ്ങൾ സന്തോഷിക്കുമായിരുന്നു. മതി. 26-ാം വാക്യം. എങ്കിലും പിതാവിന്റെ നാമത്തിൽ അയപ്പാനുള്ള പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥൻ എന്ത് ചെയ്യും? പരിശുദ്ധാത്മാവ് നമ്മളെ എന്ത് ചെയ്യും പറഞ്ഞേ, അണ്ടർലൈൻ ചെയ്തേ അവിടോട്ട്. എല്ലാവരും ഒന്ന് എഴുതിയെടുത്തേ. സകലവും, അതിന്റെ ആ ഗ്രീക്കിലേക്ക് പോകുന്ന ഉടനെ ഈച്ച് നുക്ക് ആൻഡ് ഓണർ, ആ കോണറിനകത്തും ആ നുക്കിനകത്തും അവിടെയും ഇവിടെയും എവിടെയാണോ ദൈവ സാന്നിധ്യത്തിന് വിരുദ്ധമായി ചിന്തകൾ ഉയരുന്നത്, ആഗ്രഹങ്ങൾ ഉയരുന്നത്, കേട്ടോണേ, ആഗ്രഹങ്ങൾ, വാഞ്ചകൾ. എന്താണ് വാഞ്ച? എന്താണ് ആഗ്രഹം? എന്തുവാ ഡിസയർ? ഇതൊക്കെ ഒത്തിരിയാവാ. നീഡ് എന്തുവാ? നീഡ്, വാണ്ട്, ഡിസയർ. എന്താ ആഗ്രഹം? ഞാൻ ഐ ആം സോ ആൻഡ് സോ ആണെന്ന് മറ്റുള്ളവർ അറിയണം. അതാണ് ജീവനത്തിന്റെ പ്രതാപത്തിലേക്ക് പോവുക. ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ദൈവം അന്നു വേണ്ടുന്ന തന്നു പോറ്റുന്നുണ്ട്. ദാറ്റ്സ് ഇനഫ്. കരമുയർത്തി സ്തോത്രം പറ. ഞാൻ തൃപ്തയാണ്. പറയാവോ? എന്റെ എർത്തിലി ബ്ലെസ്സിങ്ങിനകത്ത് ഞാൻ തൃപ്തയാണെന്ന് ആരെങ്കിലും പറയാവോ? ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. ദൈവം തന്നിരിക്കുന്ന ഭൗതിക നന്മകൾക്കകത്ത് ഞാൻ തൃപ്തയാണ്. ഇന്നത്തെ മീറ്റിങ്ങിലെ ഒരു 80% മെസ്സേജുകളിലും പോകുന്നത് എങ്ങോട്ടാണെന്നറിയാം? ഭൗതിക സമൃദ്ധിക്ക് വേണ്ടിയാ.
കർത്താവിന്റെ പദ്ധതി സ്വർഗീയനാകുവാനായി പരിശുദ്ധാത്മ നിയോഗത്തോടെ ക്രമീകരിക്കുക എന്നുള്ളതാണ്. എന്റെ മരണമോ കർത്താവിന്റെ വരവോ എപ്പോ സംഭവിച്ചാലും ഞാൻ റെഡിയാ. പറ, അതാണ് ഇന്നത്തെ മെസ്സേജ്. ഇവിടെ വേണ്ടുന്നത് ദൈവം തന്നിട്ടുണ്ട്. കുടുംബം തന്നത് ദൈവമാണ്, നമ്മൾ അടുത്തതല്ല. ദൈവം തന്ന ഫാമിലിയാ, ദൈവം തന്ന മക്കള്. ഒന്നാമത് നമ്മൾ കാണേണ്ടത് അവിടെ വിജയിക്കും. കുടുംബത്തിൽ വിജയിക്കാൻ ഒന്നാമത് ചെയ്യേണ്ടത് ട്രീറ്റ് യുവർ ഹസ്ബൻഡ് ഓർ കൺസിഡർ യുവർ ഹസ്ബൻഡ് ആസ് ദ കിങ്. നിങ്ങളുടെ ഭർത്താവിനെ രാജാവിനെ പോലെ കാണുക. നിങ്ങളുടെ ഭർത്താവിനെ രാജാവിനെ പോലെ കണ്ടാൽ നിങ്ങളുടെ കുടുംബം അനുഗ്രഹിക്കപ്പെടും. പരാതിയും പറഞ്ഞ്, പരിവട്ടവും പറഞ്ഞ്, പ്രശ്നവും പറഞ്ഞ് ദൈവസാന്നിധ്യം ഇല്ല. എന്തുകൊണ്ടാ? കുടുംബ പ്രാർത്ഥന പോലും ഇല്ല. എന്തുകൊണ്ടാ? വായ്, നിങ്ങൾക്ക് പ്രാർത്ഥനാ മുറിയിൽ നേടിയെടുക്കാൻ കഴിയാത്തത് ഒന്നുമില്ല. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? നിന്റെ പ്രാർത്ഥനാ മുറിയിൽ നിന്റെ കുടുംബത്തിന് മുഴുവൻ അനുഗ്രഹവും വെച്ചിട്ടുണ്ട്. അത് നീ പ്രാപിക്കണം. പിന്നെ അവിടെ എന്നോട് ആരും പറയേണ്ട കാര്യമില്ല, അനുസരിക്കാത്തത് എന്നാണ്. അനുസരിച്ചു പോവും. ബഹുമാനിക്കാത്തത് ബഹുമാനിക്കും. കീഴ്പ്പെടാത്തത് കീഴ്പ്പെടും. ലോറി ആ ലെവലിലേക്ക് നമ്മൾ കയറുക. ആ എക്സാം നമ്മൾ പാസ്സാകുക. ടൈം ഈസ് ഫ്ലൈങ്. ആ എക്സാം നമ്മൾ പാസ്സാകുക. നമ്മൾ അടുത്ത ലെവലിലോട്ട് കയറുക. അപ്പൊ നിങ്ങളുടെ ഹസ്ബൻഡ് തന്നെ ദൈവത്തിന് നിങ്ങളെ ഓർത്ത് സ്തോത്രം പറയും. എന്റെ കർത്താവേ, എനിക്ക് ഇത്ര അനുഗ്രഹീതയായ ഒരു ഭാര്യയെ തന്നതിനായിട്ട് സ്തോത്രം. എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കരമുയർത്തി ഒന്ന് സ്തോത്രം പറയും. നിങ്ങളുടെ ഹസ്ബൻഡ് നിങ്ങളെ പറ്റി അങ്ങനെ കർത്താവിനോട് പറയും. ചിരിക്കണ്ട, ഉള്ള കാര്യം പറഞ്ഞേ. ട്രൈ ചെയ്ത് നോക്ക്, ട്രൈ ചെയ്ത് നോക്ക്, ട്രൈ ചെയ്ത് നോക്ക്. സ്ത്രീകളെ പോലെ അധ്വാനശീലമുള്ള വേറെ ആരുമില്ലെന്നാണ് ശ്രേഷ്ഠന്മാരായ സ്കോളേഴ്സ് പറഞ്ഞിരിക്കുന്നത്. സ്ത്രീകളെ പോലെ അധ്വാനശീലത. മക്കൾക്ക് വേണ്ടി അവർ കടിച്ചു പിടിച്ച് എന്തും ചെയ്യും. കുടുംബത്തിന് വേണ്ടി അവർ ഏതറ്റം വരെ പോകും, ഏതറ്റത്തും പോകും. എന്താണെന്നറിയാമോ? അത്രയ്ക്ക് അവർക്ക് എക്സ്പെക്ടേഷൻ ആണ് അവരുടെ ഫാമിലിയെ പറ്റി. ദൈവത്തിന് നിങ്ങളെ പറ്റി വലിയ എക്സ്പെക്ടേഷനാണ്. ലെറ്റ് യുവർ ഹസ്ബൻഡ് സേ, ദൈവത്തിന് നന്ദി പറയട്ടെ, കർത്താവേ എന്റെ ഭാര്യയ്ക്ക് കൊടുത്തിരിക്കുന്ന നല്ല സ്വഭാവത്തിനായിട്ട് സ്തോത്രം. അവള് മിനക്കെട്ടിരുന്ന് പഠിക്കുന്നുണ്ട്. ഒന്ന് സ്തോത്രം പറയാമോ? കർത്താവെ, എത്ര സമയം അവള് ദൈവവചനവും കൊണ്ടിരുന്ന് ദൈവസ്ഥിതി ഇരുന്ന് പഠിക്കുന്നത്. അവളെ അനുഗ്രഹിക്കണേ. ഇങ്ങനെ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ടോ? നിങ്ങളുടെ മക്കൾ നിങ്ങളെ നോക്കി പറയട്ടെ, എന്റെ കർത്താവെ, എന്റെ അമ്മയുടെ ആ സമർപ്പണം കണ്ടോ? എന്റെ അമ്മ എത്ര സമയമായിരുന്നു കരഞ്ഞു പ്രാർത്ഥിക്കുന്നത്. എന്റെ അമ്മ എത്ര സമയം ദൈവവചനം പഠിക്കുന്നത്. എന്റെ അമ്മയെ അനുഗ്രഹിക്കണേ. ഇങ്ങനൊരു പ്രാർത്ഥന നിങ്ങളുടെ മക്കളെ വായിന്ന് കേട്ടിട്ട് നമ്മൾ മരിക്കാം. സദൃശവാക്യം 31-ാം അധ്യായത്തിലെ സഹോദരിയുടെ ഭർത്താവും മക്കളും നഗരവാദത്തിൽ എഴുന്നേറ്റ് എന്ന് പറയുന്ന ഒരു സാക്ഷ്യമുണ്ട്. ലാവണ്യം വ്യാജവും സൗന്ദര്യം വ്യർത്ഥവുമാകുന്നു, യഹോവ ഭക്തിയുള്ള സ്ത്രീയോ പ്രശംസിക്കപ്പെടും. അനേക തരുണിമാർ സാമർഥ്യം കാണിച്ചിട്ടുണ്ട്, പക്ഷെ നീയോ അവരിൽ എല്ലാവരിലും ശ്രേഷ്ഠയായിരിക്കുന്നു. എങ്ങനെ ശ്രേഷ്ഠയാകാം? നിന്റെ ദൈവസാന്നിധ്യം നിന്നെ വ്യത്യസ്തയാക്കും. എന്താ പറഞ്ഞത്? സ്വർഗീയരാക്കും. ഇച്ചിരി ഡീപ്പായിട്ടാണ് ഞാൻ ഇന്ന് പോകുന്നത്. എന്റെ കൂടെ വരുന്നതിനായിട്ട് സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ ഇന്നത്തെ മെസ്സേജിന് വേണ്ടി ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ പറഞ്ഞു, കർത്താവെ, ഒരു ആശ്വസിപ്പിക്കുന്ന, അവരെ എല്ലാം ഒന്ന് മോട്ടിവേറ്റ് ചെയ്ത് എല്ലാവരും ബലപ്പെടുത്തി എല്ലാവരും എന്നോട് പറയണം, നല്ല മെസ്സേജ് ആയിരുന്നു ആന്റി, എന്നോട് ദൈവാത്മാവ് സംസാരിച്ച് എന്നോട് കർത്താവ് പറഞ്ഞു, നിന്റെ പേര് ഉയരും. എന്റെ പേര് ഇവിടെ ഉയർന്നു. നിന്റെ പേര് ഉയരും. നിനക്ക് 10 മീറ്റിംഗ് കിട്ടും. വാട്ട്സ് ദ യൂസ്? ഒരു മീറ്റിംഗും കിട്ടണ്ട. നീ പറയാനുള്ളതൊന്ന് പറയാമോ? 10 പേര് പറയും, ഓ എന്റെ വിശ്വാസം വർദ്ധിച്ചു, എനിക്ക് സൗഖ്യം വന്നതിനായിട്ട് സ്വന്തം. ഈ സൗഖ്യവും ഈ വിടുതലും ഒന്നും നിത്യത്തിലേക്ക് നയിക്കുന്നില്ലെങ്കിൽ ഇതിനെ നമ്മൾ സൂക്ഷിക്കണം. ഈ സൗഖ്യവും ഈ വിടുതലും ഈ നന്മയും ഒന്നും എന്നെയും നിന്നെയും സ്വർഗീയന്മാരാക്കുന്നില്ലെങ്കിൽ നമ്മൾ സൂക്ഷിക്കണം. നമ്മൾ കർത്താവിന്റെ സ്വഭാവം വെളിപ്പെടുന്നില്ലെങ്കിൽ നമ്മൾ സൂക്ഷിക്കണം. അതുകൊണ്ട് നമ്മൾ അതിനർത്ഥം എന്നറിയാമോ? നമ്മൾ ഇതുവരെ ആ ലെവലിനപ്പുറം കയറിയിട്ടില്ല. ആത്മതലത്തിൽ അടുത്ത ലെവലിലോട്ട് കയറ്, അടുത്ത അഭിഷേകം പ്രാപിക്ക്, അടുത്ത രാജ്യങ്ങളിലേക്ക് യാത്ര ചെയ്യുക. ഒരു ഗ്ലോബ് വാങ്ങിക്കണേ. ഒരു ഗ്ലോബ് വാങ്ങിക്കാമോ? എത്ര പേര് തയ്യാറാകും? സഹോദരിമാരെല്ലാം ഹല്ലേലൂയ. ഒരു കൊച്ചു ഗ്ലോബ് വാങ്ങിക്കണം. 100-200 രൂപയേ ഉള്ളൂ. ഒരു ഗ്ലോബ് വാങ്ങിക്കണം. ഗ്ലോബ് ഹല്ലേലൂയ. എല്ലാവരും ഒരു മാപ്പ് വാങ്ങിക്കണം. രാജ്യങ്ങളുടെ മേലോട്ട് നിന്റെ കൈവെക്ക്. കർത്താവേ, എന്നെ അയക്കണം, അല്ലെ എന്റെ കുഞ്ഞുങ്ങളെ അയക്കണം. പറ കർത്താവേ, എന്നെ അയക്കണം, അല്ലെ എന്റെ മക്കളെ അയക്കണം. ഈ രാജ്യത്തെ എന്റെ കുഞ്ഞിനെ അയക്കണം. ഈ രാജ്യത്തെ എന്റെ കൊച്ചിനെ അയക്കണം. പറ.
കർത്താവെ എന്നെ അയക്കണം, എന്റെ ഭർത്താവിനെ അയക്കണം, എന്റെ സ്റ്റുഡൻസിനെ അയക്കണം, പറ, എന്റെ ചർച്ചിലെ ബിലീവേഴ്സിനെ അയക്കണം. വിശാലമായ കാഴ്ചപ്പാട്, എല്ലാരെയും പറ്റി പോസിറ്റീവായിട്ട് കണ്ട് പോസിറ്റീവായിട്ട് പറഞ്ഞ് ഇങ്ങനെയൊക്കെ. ഇതാ പരിശുദ്ധാത്മാവിന്റെ നിറവ്. അല്ലാതെ നമ്മൾ പറയുന്ന തൊട്ട് കുറെ കാണാതെ പഠിച്ചു വെച്ചിട്ടുണ്ട്, ഇത് ഇങ്ങനെ ആയിരിക്കണം, അതിനൊക്കെ അപ്പുറമായിട്ട് അടുത്ത ലെവലൊരു അഭിഷേകം ഈ പരിശുദ്ധാത്മ നിറവിലേക്ക് പോകുമ്പോൾ ഒന്നാമത് ചെയ്യുന്നത് എന്നറിയാമോ? ഇങ്ങനെയൊക്കെ നമ്മൾ അപ്പൊ സ്വയം വിശദീകരിക്കപ്പെടുക. ഹാഗിയാസ്മോസ് എന്നുള്ള ഗ്രീക്ക് പദമാണ് ഉപയോഗിക്കുന്നത്. അങ്ങ് വിശദീകരിക്കപ്പെടുക. വിശദീകരിച്ചു കൊണ്ടുവരുമ്പോൾ പിന്നെ നമ്മുടെ ലക്ഷ്യം മുഴുവൻ എന്താണെന്നറിയാമോ? ദൈവനാമ മഹത്വം, വേറൊന്നുമില്ല. ദൈവനാമ മഹത്വം അല്ലാതെ വേറൊന്നുമില്ല. ലക്ഷ്യം മുഴുവൻ അതേ ഉള്ളൂ. 2, കർത്താവിന് സ്തോത്രം, ദൈവത്തിന്റെ ആ ഒരു ലിബർട്ടി തന്നു എന്ന് സ്തോത്രം പറയാൻ. ജീവന്റെ ആത്മാവിന്റെ പ്രമാണം എനിക്ക് പാപത്തിന്റെയും മരണത്തിന്റെ പ്രമാണത്തിൽ നിന്നും ലിബർട്ടി തന്നു, സ്വാതന്ത്ര്യം തന്നു. പിന്നെ നമ്മൾ സ്വാതന്ത്ര്യം പ്രാപിച്ച പിന്നെ അതിനകത്ത് കിടക്കുവോ? ആ പാപത്തിനകത്ത് പിന്നെ ഇരിക്കുവോ? സ്വാതന്ത്ര്യം പ്രാപിച്ചത് പിന്നെയും ചങ്ങലക്കകത്തോട്ട് പോവോ? സ്വാതന്ത്ര്യം പ്രാപിച്ചത് പിന്നെയും ചങ്ങലക്കകത്തോട്ട് പോകുമോ? ഇല്ല. അവിടെ ലിബർട്ടി കിട്ടിക്കഴിഞ്ഞു. അടുത്തത് ഗൈഡൻസ് കിട്ടുക, നിയോഗം. എന്തിനുള്ള നിയോഗമാ? അടുത്ത ലെവൽ ശുശ്രൂഷയ്ക്കായി, അടുത്ത ലെവല് ഒരു രൂപാന്തരത്തിനായി, ക്രമീകരണത്തിനായിട്ടുള്ള നിയോഗം. സെൽഫ് പ്രിപ്പറേഷൻ, ഫാമിലി പ്രിപ്പറേഷൻ, ആളുകളെ ഒരുക്കിയെടുക്കാനായിട്ടുള്ള പ്രിപ്പറേഷൻ. Then bearing the fruit of the spirit. പരിശുദ്ധാത്മ ഫലം ഇപ്പോഴും പുറപ്പെടുവിച്ചുകൊണ്ടിരിക്കും. സ്നേഹം, നിർവ്യാജ, നിസ്വാർത്ഥ, സിൻസിയർ. ഫസ്റ്റ് ലവ് പോകത്തില്ല. എഫെസോസിനെ പറ്റിയിട്ട് എന്താ പറ്റിയേ? ഫസ്റ്റ് ലവ് പോയി. എന്തൊരു ചർച്ച, എന്തൊരു ചർച്ച, എന്തൊരു ലേഖനമാ. പക്ഷെ ഫസ്റ്റ് ലവ് പോയി. ഫസ്റ്റ് ലവ് പോകത്തില്ല. എങ്ങനെയുണ്ട് ഫസ്റ്റ് ലവ്? ആദ്യത്തെ സ്നേഹം, ആദ്യത്തെ റെസ്പെക്ട്, ആദ്യത്തെ ആരാധന, ആദ്യത്തെ കണ്ണുനീർ. മടങ്ങി വാ. നെക്സ്റ്റ്. ഹല്ലേലൂയ. സമാധാനമുണ്ടോ? പീസ് ഓഫ് മൈൻഡ് ഉണ്ടോ? ഞാനൊരു കാര്യം പറഞ്ഞ നിങ്ങളത് കേട്ട നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹമാകും. രാവിലെ എണ്ണീറ്റ് ആദ്യം ചെയ്യുന്നത് എന്തുവാ? ഫസ്റ്റ് സ്റ്റെപ്പ്. നമ്മൾ ആദ്യം രാവിലെ ഉണർന്നാൽ എന്തോ ആദ്യം ചെയ്യേണ്ടേ? മേക്ക് യുവർ ബെഡ്. നമ്മുടെ ബെഡ് ഇരിക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഫസ്റ്റ് സ്റ്റെപ്പ്. എന്നിട്ട് റെഡിയാകുക, ഒരുക്കുക, സ്വയം ഒരുക്കുക, റെഡിയാകുക, ദൈവസന്നിധി ഇരിക്കുക. അല്ലെ ഉറക്കത്തിൽ തന്നെ കർത്താവ് ഇന്ന് രാത്രി എന്തുവാന്ന് കുറച്ച് സ്വപ്നമൊക്കെ കണ്ട് കർത്താവ് ഈ പരിപാടിയൊക്കെ നിർത്തുക, ഒരുക്കുക. എന്തോ കർത്താവ് ഞാൻ സ്വപ്നം കണ്ടു മറന്നുപോയല്ലോ കർത്താവ്, അതെന്തോ ആയിരുന്നു കർത്താവ്. ഇന്നോ ഒരുക്കുക. പോയി ഒന്ന് മുഖമൊക്കെ കഴുകി ഫ്രഷായി കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് വന്ന് ദൈവസന്നിധിയിൽ ഇരിക്കുക. ദൈവത്തെ യഥാർത്ഥമായി കണ്ട് ദൈവത്തിന് പ്രാപിച്ചിട്ട് നെക്സ്റ്റ് ഹസ്ബൻഡിനെ കാണുക, പിന്നെ മക്കളെ കാണുക. അതൊരു റുട്ടീനായിട്ടൊന്ന് പോയി ഇന്നോട്ട് നിങ്ങളുടെ ഫാമിലി ലൈഫിനകത്ത് ഇതുവരെ ഇല്ലാത്തൊരു ബ്ലെസ്സിങ് ഉണ്ടാവും. പീസ് ഓഫ് മൈൻഡ്. എനിക്ക് പീസ് ഓഫ് മൈൻഡ് ഉണ്ടെങ്കിൽ എനിക്ക് മറ്റുള്ളവർക്ക് കൊടുക്കാൻ പറ്റത്തുള്ളൂ. പീസ്, സന്തോഷം, സമാധാനം, എന്താണ് സ്നേഹം, ജോയ്. നിങ്ങളെ കണ്ട ആളുകൾ പറയട്ടെ എന്തൊരു ദൈവസന്തോഷമാണ്. അങ്ങനെ പറയാൻ പറ്റും? അതോ എപ്പോഴും ഒരു ലോങ് ഫേസുമായിട്ട് ഏതാണ്ടൊക്കെ നഷ്ടപ്പെട്ടു പോയി, എനിക്കിങ്ങനെ വന്നല്ലോ? നോ, ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല. എന്റെ എല്ലാ നഷ്ടങ്ങളും കർത്താവ് ലാഭമാക്കി തരും. സന്തോഷമായിട്ടിരിക്കും, സന്തോഷമായിട്ടിരിക്കും. ആകെപ്പാടെ കൂടി വന്ന 85 90 വയസ്സ് ഇവിടെ ജീവിക്കും. ആകെ കരഞ്ഞും വിളിച്ചും കരഞ്ഞും നിരാശപ്പെട്ടു. നോ, സന്തോഷമായിട്ടിരിക്കുക. എൻജോയ് വാട്ട് ഓൾ തിങ്സ് യു ആർ ഡൂയിങ്. രാവിലെ ഉണ്ടാക്കുന്ന ആദ്യത്തെ ചായ തൊട്ട് നിങ്ങളുടെ സന്തോഷം ഉണ്ടാകട്ടെ. എൻജോയ് ചെയ്തുകയാണ്. തയ്യാറാണോ? ബൈബിള് വായിക്കണമല്ലോ. ഇന്ന് വായിച്ചില്ലേ കർത്താവ് എന്നെ ഓർക്കും, അതിനുവേണ്ടി ഒരു നോ, അങ്ങനെ വായിക്കില്ലേ, ഒരു യൂസും ഇല്ല. എൻജോയ് ചെയ്ത് വായിക്കും. ഈ എൻജോയ് ചെയ്ത് വായിക്കുമ്പോൾ നീ കർത്താവിനെ കാണും, നിന്നെ കാണും, എവിടെ കുറവ് കാണും. പണ്ട് എനിക്ക് കണ്ടിട്ടുണ്ടോ ബൈബിളിനകത്ത് നമ്മുടെ സ്വയം കുറവ് കണ്ടുപിടിക്കാൻ പറ്റും. ഇതൊരു സ്കാനറാണ്. സ്കാൻ ചെയ്യുന്ന എന്തുവാ അറിയാലോ? അൾട്രാസൗണ്ട് സ്കാനറിനെ അറിയാലോ. ഇതിനകത്തൂടെ എല്ലാം ഇത് കയറി ഇറങ്ങി അവിടെ എന്തൊക്കെയാ ഏതൊക്കെയാന്ന് എല്ലാം കണ്ടുപിടിക്കും. ഇതങ്ങോട്ട് നോക്കുന്ന ഉടനെ ഈ കണ്ണിനകത്ത് സ്കാനിങ് മെഷീൻ അങ്ങോട്ട് വരും. കണ്ണിനകത്ത് സ്കാനിങ് മെഷീൻ വെക്കാൻ പറ്റുമോ? ബൈബിൾ വായിച്ചാൽ പറ്റും. ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിച്ചറിയും. ഈ ലോകത്ത് ഒരു സ്കാനിങ് മെഷീനും ചിന്തനങ്ങളെയും ഭാവങ്ങളെയും സ്കാൻ ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ ബൈബിളിന് അതും പറ്റും. ദൈവവചനത്തിന് അതും പറ്റും. പരിശുദ്ധാത്മാവിൽ കാണണം.
പിന്നെ അങ്ങോട്ട് ഓരോന്നും ചെയ്യുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുമ്പോൾ, ഇഡ്ഡലി ഉണ്ടാക്കുമ്പോൾ എൻജോയ് ചെയ്ത് ഉണ്ടാക്കുക, സമ്മന്തി ഉണ്ടാക്കുമ്പോൾ എൻജോയ് ചെയ്ത്, കൂട്ടാൻ അരിയുമ്പോൾ എൻജോയ് ചെയ്ത് ഉണ്ടാക്കുക, ജോലി ചെയ്യുമ്പോൾ എൻജോയ് ചെയ്യുക, ഡ്രൈവ് ചെയ്യുമ്പോൾ എൻജോയ് ചെയ്യുക. എല്ലാം ഞാൻ പറയട്ടെ, നിങ്ങൾ സന്തോഷത്തോടെ ചെയ്യുക. നിങ്ങളുടെ ശരീരത്തിന് ആരോഗ്യം. സന്തുഷ്ട ഹൃദയം നല്ലൊരു ഔഷധം, തകർന്ന മനസ്സിനെയോ ആർക്ക് സഹിക്കാം? ആ മനുഷ്യൻ പറയുക, ആർക്ക് സഹിക്കാൻ പറ്റത്തില്ല. സന്തുഷ്ട ഹൃദയമാണെങ്കിൽ ഒരു മെഡിസിനും വേണ്ട, സൗഖ്യമാണ്. പിന്നെ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് സഹോദരിമാരല്ലേ, ഒരു കാര്യം കൂടെ പറയാം. ഒരു ഡെയിലി എക്സസൈസ് അത്യാവശ്യം. വൈകുന്നേരം 6 മണിയാകുമ്പോഴത്തേക്ക് ഡിന്നർ കഴിക്കണം. തയ്യാറാണോ? രാത്രി പിന്നൊന്നും കഴിക്കല്ലേ. തയ്യാറാണോ? അസുഖങ്ങൾ അതിന്റെ വഴിക്ക് പോകും. അസുഖങ്ങൾ അതിന്റെ വഴിക്ക് പോകും. ഞങ്ങളിപ്പോ വിയറ്റ്നാമിൽ പോയെന്ന് പറഞ്ഞില്ലേ, 4 മണിയാകുമ്പോൾ അവിടെ രാവിലെ എഴുന്നേൽക്കും. 4 മണിയാകുമ്പോഴത്തേക്ക് സൂര്യൻ ഉദിക്കും. 6:30 ആകുമ്പോഴത്തേക്ക് അവരുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു. 11:30 കഴിയുമ്പോഴത്തേക്ക് അവരുടെ ലഞ്ച് കഴിഞ്ഞു. വൈകിട്ട് 4:30 ആയപ്പോഴത്തേക്ക് അവരുടെ ഡിന്നറും കഴിഞ്ഞു. 5 മണി ആയപ്പോഴത്തേക്ക് രാത്രിയായി അവിടെ. പറ്റുമോ? 6 മണി കഴിഞ്ഞ് നമ്മുടെ മുഴുവൻ ഡിപ്പോസിറ്റും 6 മണി കഴിഞ്ഞ നമ്മൾ പോലും അറിയാതെ നമ്മുടെ സൈഡ് വഴികളിലേക്ക് നമ്മളൊക്കെ അനുഗ്രഹിക്കപ്പെട്ടുകൊണ്ടിരിക്കുക. സൈഡുകളിലേക്ക് നമ്മൾ അനുഗ്രഹിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നതിന്റെ ഒരു കാരണം നമ്മുടെ ലേറ്റ് ഫുഡാണ്. ഞാൻ ഇത്രയും ഡീപ്പായിട്ട് പറയുന്നത് എന്തെന്നറിയോ? ദൈവത്തിന് ഒത്തിരി ഉപയോഗിക്കാനുണ്ട്. രോഗിയായിട്ടും കഷ്ടത്തിലായിട്ടും അവിടെ ഇവിടെ ഒതുങ്ങിയിട്ട് കർത്താവിനെ സൗഖ്യമാക്കണം. വെരി ഗുഡ്, അതെല്ലാം കർത്താവ് സൗഖ്യമാക്കും. പക്ഷെ എന്റെ ബുദ്ധി എനിക്ക് തന്നേക്കുന്നത്, പരിശുദ്ധാത്മ നിയോഗം തന്നേക്കുന്നത് സ്വർഗീയനാക്കാനാണെങ്കിൽ അതിനു വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കണം. ഓരോ വ്യക്തിയെക്കുറിച്ചും ഓരോ ദിവസത്തിലും ദൈവത്തിനൊരു പ്ലാൻ ഉണ്ട്. ഇന്ന ദിവസം, ഇന്ന് വെനസ്ഡേ. ഇപ്പൊ എന്റെ പ്ലാനാണിത്. ഇന്നിപ്പോ രാവിലെ എനിക്ക് അതിന്റെ ഇടയ്ക്ക് ഒരു 10 പേര് എന്നെ വിളിച്ചു പ്രാർത്ഥിക്കാം. ആ പ്രാർത്ഥിച്ച വിഷയങ്ങൾ കഴിഞ്ഞു. അടുത്തത് എന്റെ ഈ മെസ്സേജ്, അത് കഴിഞ്ഞ് അടുത്ത ക്ലാസ്സുകളാണ്, അത് കഴിഞ്ഞ് വന്നിട്ട് അടുത്ത കാര്യങ്ങളാണ്, വൈകിട്ട് പിന്നെ അടുത്ത ക്ലാസ്സാ. ഇങ്ങനെ പൊക്കോണ്ടിരിക്കുക. ഓരോ ദിവസം അതിന്റെ ഇടയ്ക്ക് എന്നെ കാണുന്നവർക്ക് ഞാൻ സ്നേഹം കൊടുക്കുന്നുണ്ടോ? സന്തോഷം കൊടുക്കുന്നുണ്ടോ? സമാധാനമുണ്ടോ? സ്വതം ക്ഷമിക്കാൻ കഴിയുന്നുണ്ടോ? ദീർഘക്ഷമയുണ്ടോ? ദയയുണ്ടോ? പരോപകാരം ഉണ്ടോ? ആർക്കും ഒന്നും അറിയാതെ വല്ലതും കൊടുത്തിട്ടുണ്ടോ? കണക്ക് ഓർക്കാതെ. സ്വതന്ത്രം പറയണേ, ഞാൻ കണ്ണടച്ചാ ചോദിക്കുന്നത്. കൊടുത്തുപോയ പൈസയുടെ കണക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നവരോടൊക്കെ ദൈവാത്മാവ് പറയുക, അതൊക്കെ വിട്ട് കളഞ്ഞിട്ട്. എന്നാലും അവരെന്നെ കളിപ്പിച്ചോണ്ട് പോയല്ലോ, എന്റെ 1000 പോയല്ലോ, അതുകൊണ്ട് കളഞ്ഞല്ലോ. ദൈവസ്നേഹത്തെ ഞാൻ കൊടുത്തതാ, തിരിച്ചു തന്നില്ലല്ലോ. എന്നോടാ ദൈവാത്മാവ് സംസാരിച്ച്. ഇന്നലെ എന്നോട് ഞാൻ ഈ ഒരു പരാതി പറഞ്ഞ കർത്താവിനോട് പറഞ്ഞു. ഞാൻ ഈ മീറ്റിംഗ് വേണ്ടി പ്രിപ്പയർ ചെയ്തോണ്ടിരിക്കുക. കർത്താവിനോട് പറഞ്ഞു, നിനക്ക് ഇപ്പോഴും നിന്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ട കണക്കിനെ പറ്റി, നീ വാങ്ങിച്ചതിനെ പറ്റിയല്ല, നിനക്ക് കിട്ടിയതിനെ പറ്റിയല്ല, നീ കൊടുത്തിട്ട് തിരിച്ചു കിട്ടാത്ത പൈസയെ പറ്റി വിഷമിച്ചുകൊണ്ടിരിക്കുക. ആരെങ്കിലും അങ്ങനെ ഉണ്ടോ? തിരിച്ചു കിട്ടാത്ത കാര്യം. എന്നാലും എന്റെ ഞെരുക്കത്തിൽ കൂടെ പോകുന്ന കണ്ടിട്ട് എന്നെ ഒന്ന് സഹായിക്കുന്നില്ല. എനിക്ക് ഒന്ന് കൂടുതൽ തരണ്ട, ഞാൻ കൊടുത്ത പൈസ എനിക്ക് തിരിച്ചു തന്നാൽ മതിയായിരുന്നു. യേശുവിന്റെ നാമത്തിൽ അതങ്ങ് എഴുതി തള്ളണേ, വിട്ടേരെ, അത് പോട്ടെ. തയ്യാറാണോ? ഈ ആകാശം മുഴുവൻ കിളിവാതിലുണ്ട് എന്ന് പറഞ്ഞേ. ഈ ആകാശം മുഴുവൻ കിളിവാതിലുണ്ട്. ഏത് വാതിൽ തുറന്നാൽ നിന്റെ വീട്ടിലോട്ടുള്ള കാക്കയെ വിടേണ്ടതെന്ന് ദൈവത്തിന് അറിയാം. ടാക്സി വിളിച്ചു വരുവേ, സ്വത്രം പറയാവോ? ടാക്സി വിളിച്ചു വരും, അഡ്രസ്സ് തപ്പി ടാക്സി വിളിച്ച് വരുമ്പോ ഒരു ദിവസം ഇങ്ങോട്ട് കൊട്ടാരത്തിലോട്ട് കയറി വന്നേക്കുക. ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഈ ആണ്ടുകളിൽ മഞ്ഞും മഴയും ഉണ്ടാകുകയില്ല. എവിടുന്നാ വന്നു? നീ അങ്ങനെ പോകാൻ തയ്യാറാണ്? നിന്റെ കാര്യങ്ങളൊക്കെ അന്നന്ന് വേണ്ടുന്നത് ദൈവം തരും, നടത്തും. ഫ്രിഡ്ജിനകത്ത് എല്ലാം കൂടെ എടുത്ത് വെച്ചിട്ട് അസുഖം ഉണ്ടാക്കുന്നതിനേക്കാളും നല്ലത് ഡെയിലി ഡിപ്പെൻഡൻസി ആണ്. എന്ന് പറഞ്ഞേ, ഡെയിലി ഡിപ്പെൻഡൻസി ഫ്രം ഗോഡ്. എല്ലാം സ്വരൂപിച്ചു വെച്ചിട്ട് എന്നാ പിന്നെ ഇന്ന് ആ കൂട്ടാൻ എടുക്കാം, ഈ കൂട്ടാൻ എടുക്കാം. ഡെയിലി ക്രിയേറ്റീവ് ആയിട്ടുള്ള ഹാൻഡ്സ് ആണ്. എല്ലാവരും കൈ ഇങ്ങനെ കാണിച്ച സ്ക്രീനിന്റെ മുമ്പിൽ. ഇന്നത്തെ മെസ്സേജ് ഇങ്ങനത്തെ പ്രസംഗിക്കുന്ന ആളുകൾ കാണത്തില്ല, പക്ഷെ ഞാൻ എല്ലാവരോടും പറയാം, നിങ്ങളെ കൈ എന്തിയെ നല്ല ക്രിയേറ്റീവ് ഹാൻഡ്സാ. ഒന്ന് പറഞ്ഞേ, എന്റെ കൈ നല്ല ക്രിയേറ്റീവ് ഹാൻഡ്സാ. ഐ വിൽ മേക്ക് സംതിങ്. എനിക്ക് എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാക്കാൻ പറ്റും. ഒന്ന് പറഞ്ഞേ, എത്ര ദിവസമായി വല്ല സ്പെഷ്യൽ ഉണ്ടാക്കിയിട്ട്? ആ ചോറും ആ കൂട്ടാനും ആ പരിപാടിയെല്ലാം മാറ്റി വെച്ചിട്ട്, ആ ഇഡലിയൊക്കെ മാറ്റി വെച്ചിട്ട് സംതിങ് സ്പെഷ്യൽ വീട്ടുകാർക്ക് ഉണ്ടാക്കി കൊടുക്കുന്ന പോലെ തന്നെ സംതിങ് സ്പെഷ്യൽ ദൈവത്തിന് വേണ്ടി ചെയ്തോ. അതിനെ പരിശുദ്ധാത്മ നിയോഗം സ്പെഷ്യലായിട്ട് ചെയ്യണം. ഇതുവരെ എല്ലാവരും തള്ളിക്കളഞ്ഞ പലതും നമ്മുടെ സഭകളിലുണ്ട്. ഇന്ന് സ്വതന്ത്രം പറയാവോ? ഞാൻ ഇനി പറഞ്ഞിട്ട് ഡീപ്പാ. നമ്മുടെ സഭകളിൽ തന്നെ ഹല്ലേലൂയ മുറിവുള്ളത് ഒത്തിരിയുണ്ട്. എന്നെയും നിന്നെയും അവിടെ ആക്കി വെച്ചത് അതിനെ ചേർത്ത് പിടിച്ച് മുറിവ് കെട്ടാനാ. നെഗറ്റീവ്സ് പറയുന്നവരായിരിക്കും, അവരെ നോക്കി ബ്ലെയിം ചെയ്യുന്ന ഒത്തിരി പേര് കണ്ടേക്കാം. നമുക്കറിയാലോ, അങ്ങനെയല്ലേ ഹിസ്റ്ററി. എന്റെ ഹിസ്റ്ററി എന്തായിരുന്നു? നമ്മുടെ ഹിസ്റ്ററിയെ ഞാനൊന്ന് പറയുന്നത് എഴുതി വെച്ചോ. ഹിസ്റ്റോറിയാക്കി അവൻ മാറ്റും.
ഹിസ് സ്റ്റോറി. ഹിസ്റ്ററിയെ ഹിസ് സ്റ്റോറി അവന്റെ കഥയാക്കി മാറ്റണമെങ്കിൽ അവന്റെ കയ്യിലോട്ട് വിട്ടുകൊടുക്കുക. മറ്റുള്ളവർ മുറിവുകൾ. ഇതൊക്കെ പരിശുദ്ധാത്മാവിന്റെ നിയോഗം. ഇന്നത്തെ ശുശ്രൂഷയുടെ ആഴം, ഇന്നത്തെ ഈ മെസ്സേജിന്റെ ആഴം അതാ. നമ്മളുടെ അകത്തെ മനുഷ്യൻ ശക്തിയോടെ ബലപ്പെടണം. എന്നാലേ ഇനി എഫേസ് ലേഖനത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ കൊണ്ടുപോവുക. സമയം പെട്ടെന്ന് പോകുന്നല്ലോ. എഫേസ് ലേഖനത്തിലേക്ക് നമ്മൾ ശ്രദ്ധയെ കൊണ്ടുപോവുക. 3-ാം അധ്യായത്തിലേക്ക് നിങ്ങൾ വന്നേ. ഈ ഒരു ലെവലിൽ ഒരു അഭിഷേകം പരിശുദ്ധാത്മാവിൽ പ്രാപിച്ചു കഴിയുമ്പോൾ പിന്നെ സംഭവിക്കുന്ന ആഴത്തിലുള്ള സംഭവം എന്തുവാന്നറിയാമോ? ഹല്ലേലൂയ. ഈ 16 നിങ്ങൾ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലം. അകത്തെ മനുഷ്യൻ ഇങ്ങനെ ബലപ്പെട്ടുകൊണ്ടിരിക്കുക. പുറമേയുള്ള കൈ പറയൂ എന്റെ ഷോൾഡറിന് വിളിച്ചിട്ട് പെയിൻ ഉണ്ട്, തല പറയും എനിക്ക് വിളിച്ചിട്ട് വേദനയുണ്ട്, ചെവി പറയുന്നുണ്ട് എനിക്കിവിടെ വേദനയുണ്ട്. പക്ഷെ അകത്തെ മനുഷ്യൻ അങ്ങ് ബലപ്പെട്ടു. പിന്നെ അങ്ങ് അകത്തോട്ട് ജീവൻ അങ്ങ് വ്യാപരിക്കുക. ജീവൻ വ്യാപരിച്ചു കഴിയുമ്പോൾ നിന്റെ അസ്ഥികളുടെ മേൽ, ഞരമ്പുകളുടെ മേൽ അത് ബലമാകും. കാരണം ഈ വചനം ഇറങ്ങിച്ചെല്ലാത്ത, ഞാനൊരു പറയട്ടെ, നിങ്ങളുടെ ശരീരത്തിന്റെ അറ്റങ്ങളുണ്ടല്ലോ, ഞാൻ എപ്പോഴും പറയും, നമ്മളുടെ ഈ എഡ്ജസ് ഉണ്ടല്ലോ, നമ്മുടെ വിരലുകളുടെ ഒക്കെ എഡ്ജസ്, അവിടെയും വചനത്തിന് പ്രവർത്തിക്കാനുണ്ട്. രക്തയോട്ടമില്ലെന്നൊക്കെ പറയുന്നവരൊക്കെ ഉണ്ടല്ലോ. കൈന് വേദന, അതിന് വേദന, ഇവിടെ വേദന. യേശുവിന്റെ നാമത്തിൽ വചനം അങ്ങോട്ട് ഇറങ്ങിച്ചെന്ന നിന്റെ ശരീരത്തിൽ രക്തത്തിലോട്ട് അതിന്റെ ജീവൻ അങ്ങോട്ട് വ്യാപരിക്കട്ടെ. ഇരുവായത്തിലുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയ പ്രാണനെ, ആത്മാവിനെ, സന്ധിമജ്ജകളെ വേർപിടിവെക്കും വരെ തുളച്ചു ചെല്ലുന്നതും ഹൃദയത്തിലെ ഭാവങ്ങളെയും ചിന്തകളെയും ഒക്കെ വിവേചിച്ചറിയുമാകുന്നു. ഹാലേ, നിന്റെ സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്ന വചനം. ഹാലേ, നിന്നെ ബലപ്പെടുത്തുന്ന വചനം. നിന്റെ അകത്തെ മനുഷ്യനെ ശക്തിപ്പെടുത്തുന്ന പറഞ്ഞുണ്ടോ? അകത്തെ മനുഷ്യൻ, പുറമേയുള്ള മനുഷ്യരുടെ കാര്യമല്ല, അകത്തെ മനുഷ്യനെ നിത്യതയ്ക്കായി ഒരുക്കുന്ന ആത്മമണ്ഡലത്തിൽ അടുത്ത ലെവലിൽ ഒരു അഭിഷേകവും അതിന്റെ ശുശ്രൂഷയും അതിന്റെ കൃപയും ഏറ്റെടുത്ത് മുമ്പോട്ട് പോകണം. അപ്പൊ നിന്റെ വിശ്വാസം വർദ്ധിക്കും. നീ അസാധ്യത്തെ നോക്കി പറയും. യു വിൽ പുഷ് ബിയോണ്ട് ദ ലിമിറ്റ്സ്. ഹല്ലേലൂയ. ആ രക്തസ്രാവക്കാരത്തി സ്ത്രീയെ പോലെ അവളുടെ സമൂഹം വെച്ചിരുന്നതായ എല്ലാ അതിർവിരുമ്പുകൾക്കും അപ്പുറം അവൾക്ക് ഒരിക്കലും ലേവ്യ പുസ്തകം വെച്ച് മുമ്പോട്ട് പോകാനോ ആ ക്രൗഡിന്റെ മധ്യ പോകാനോ ജൂവിഷ് റബ്ബിയായ യേശുവിന്റെ വസ്ത്രത്തെ തൊടാനോ പറ്റത്തില്ല. പക്ഷെ അവളുടെ മുമ്പിൽ വെച്ചിരുന്ന സകല ബാരിയേഴ്സിനെ മാറ്റി അതിനെ ഓവർകം ചെയ്ത് അവരെ പോയി തൊടത്തക്കവണ്ണം അകത്തുള്ള മനുഷ്യൻ ശക്തപ്പെട്ടപ്പോൾ ആള് മാറി. അങ്ങനെയൊക്കെ ചെയ്താൽ സംഭവം മാറും, ആള് മാറും. ഇപ്പൊ ഇനി നിങ്ങൾക്കൊരു സാക്ഷ്യം കിട്ടും. ദൈവാത്മാവ് നടത്തുന്ന വ്യക്തി, അതാകട്ടെ നമ്മുടെ സാക്ഷ്യം. ഇന്നടുത്ത ചിഹ്നമാമേ അറിയാമോ? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ നിയോഗമുള്ള വ്യക്തിയാണ്. മിടുക്കി എന്നുള്ള പേര് കേൾക്കാനല്ല ദൈവത്തിൽ ആഗ്രഹിക്കേണ്ടത്, ദൈവാത്മാവ് നടത്തുന്ന. പൊതുവെ ആൾക്കാർക്ക് ഏറ്റവും ഇഷ്ടം സ്മാർട്ടാന്ന് പറഞ്ഞു കേൾക്കാൻ. നോ, ഈ ലോകത്തിന്റെ സ്മാർട്ട്നെസ് ദൈവത്തിന് വേണ്ട. ദൈവത്തിന് വേണ്ടത് ഐ വിൽ ബി സ്മാർട്ട് ഫോർ മൈ ഗോഡ്. എന്റെ കർത്താവിന് വേണ്ടി മിടുക്കിയായിട്ട്. ആ മിടുക്കെന്ന് പറയുന്നതിനെ തെറ്റാ ഞാൻ പറയും. മിടുക്ക് വേണ്ട. ബൈബിളിൽ അങ്ങനെ ആ മിടുക്കിനെ കുറിച്ചല്ല പറയുന്നത്. കർത്താവിന് യോഗ്യരാകുക, എലിജിബിൾ ആകുക, കർത്താവിന് കർത്താവിന്റെ നിയോഗത്തോടെ പോകുന്നവരാകുക. അങ്ങനെയൊക്കെ ഒന്ന് ആളായി മാറിക്കഴിഞ്ഞ് ശുശ്രൂഷ മാറും. പോയി നിൽക്കുന്നത് ദൈവസ്ഥാന്റെ ഒറ്റ ഒരു എക്സ്പീരിയൻസ് പറയാം. എന്റെ കർത്താവ്, ഞങ്ങൾ ഈ വിയറ്റ്നാമിൽ പോയപ്പം ആ ക്ലാസ്സുകളെല്ലാം കഴിഞ്ഞു. പാസ്റ്റേഴ്സിനുള്ള ക്ലാസ് എടുക്കാനാണ് പോയത്. ക്ലാസ്സുകളെല്ലാം കഴിഞ്ഞു. അപ്പം ഒറ്റ സൺഡേ കൂടെ ഉള്ളു. പിന്നെ അവിടെ ഞങ്ങൾ അടുത്ത മൺഡേ പോരുക. കർത്താവിന്റെ ദാസനെ ഒരു ചർച്ചിലേക്ക് 2 പേർക്കും 2 ചർച്ചയിൽ നിന്ന് ആളുകൾ വന്നു. പലരും വന്ന് വിളിച്ചു ഞങ്ങളെ. അപ്പം അവിടുത്തെ ഒരു പ്രത്യേകത, നമ്മുടെ ഇവിടുത്തെ കൂട്ട് കാർ ഒന്നും പോകാത്ത സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അവിടെ എന്തെടുക്കുന്ന അറിയാം, അവർ ഈ മൂപ്പടയിലാണ് കൊണ്ടുപോകുന്നത്. പറഞ്ഞവര് പറഞ്ഞു അവർക്കൊന്നത് ഇംഗ്ലീഷും വളരെ കുറവാണ് മനസ്സിലാക്കുന്നത്. ഒരു ട്രാൻസ്ലേറ്റർ കാണും, ബാക്കിയെല്ലാം വിയറ്റ്നാമീസ് ലാംഗ്വേജ്. ഒരു മനുഷ്യൻ വന്നിട്ട് പറഞ്ഞു, ഞങ്ങളായിരുന്ന ഭവനത്തിലെ പാസ്റ്ററെ വിളിച്ചിട്ട് പറഞ്ഞു, കർത്താവിന്റെ ദാസനെ വേണം. അപ്പം കർത്താവിന്റെ ദാസിയെ 2 പേർക്കും 2 ചർച്ചിലേക്ക് ഇൻവിറ്റേഷൻ കിട്ടി. ഇതുവരെ ഞങ്ങൾ അങ്ങനെ 2 പേരും 2 ചർച്ചിൽ പോയിട്ടില്ല ഒരേ ദിവസം തന്നെ. അപ്പം ഞാനും അങ്ങ് മനപ്രയാസപ്പെട്ടു കഴിഞ്ഞാൽ കർത്താവിന്റെ ദാസൻ പറഞ്ഞു, അങ്ങനെയല്ല, ദൈവത്തിന്റെ ആത്മാവ് നമ്മൾ നാളെ ഇനി ഇവിടുന്ന് പോവാം, തിരിച്ചു ഇനി ഉടനെ ഒന്നും വരാൻ പറ്റത്തില്ല, യു ഹാവ് ടു ഗോ. രാവിലെ 6 മണിയായപ്പോഴത്തേക്ക് ഒരു മനുഷ്യൻ ബൈക്കും കൊണ്ട് വന്നു. ഒരു പരിചയമില്ല, ഇംഗ്ലീഷ് അറിയത്തില്ല. ഈ മനുഷ്യനൂടെ ബൈക്കിൽ കയറിയിട്ട് പോയി അവിടെ ചെന്ന് ഞാൻ നിങ്ങളോട് പറയാം എന്താ ദൈവത്തിന്റെ പ്രവൃത്തി. അവിടെ ചെന്നു ആ ഒരു മീറ്റിങ്ങിലേക്ക് കയറി ചെന്നപ്പോൾ 100 കണക്കിന് ആളുകൾ കാത്തിരിക്കുക ഒരു ദൈവപ്രവൃത്തിക്കായിട്ട്. നമ്മൾ അവിടെ പോയി നിന്ന് ദൈവത്തിന്റെ വചനം പരിശുദ്ധാത്മാവിൽ എഴുന്നേറ്റ് നിന്ന് സംസാരിച്ച് ഇംഗ്ലീഷിൽ അങ്ങോട്ട് പറഞ്ഞു തുടങ്ങിയത് എനിക്കറിയാം. പിശാച് ബാധിച്ചതൊക്കെ അവിടെ വീഴാൻ തുടങ്ങി. തൊടണ്ട, നീ പോവണ്ട, ഒരു അന്യഭാഷ പോലും പറയണ്ട, വചനം പറയുന്നിടത്ത് അവിടെ വീഴും. ഒന്ന് പറ,
നീ നിന്റെ പ്രാർത്ഥനാ മുറിയിലിരുന്ന് പറയുന്നത് നിന്റെ വീടിന് വിടുതല. പറ, നിന്റെ അയലോക്കത്തിന് വിടുതല. നിന്റെ അയലോക്കത്ത് നിനക്കെതിരെ പണിയുന്നവന് ദൈവം മാനസാന്തരം കൊടുത്തു. അവനെ ദൈവം പറയും, ലാബാനോട് പറയും, നീ എന്റെ മകനില്ലേ, അവനെതിരെ ഗുണമെങ്കിലും ദോഷമെങ്കിലും ചെയ്തേക്കില്ലെന്ന് ദൈവം അവനോട് പറയും. നീ നിന്റെ പ്രാർത്ഥനാ മുറി ഇരുന്ന് പറ, നിന്റെ കണ്ണിൻ മുമ്പിൽ അത്ഭുതങ്ങൾ കാണും. ഹല്ലേലൂയ. ബ്രോക്കൺ ആയിട്ടുള്ള ഒത്തിരി പേര് സൗഖ്യമായി. അന്നത്തെ ശുശ്രൂഷ. അപ്പൊ എന്റെ ജീവിതത്തിൽ എന്തിനാ എന്നെ ഇങ്ങനെ കൊണ്ടുവന്നറിയോ? എന്റെ ഒരു 6-ാമത്തെ വയസ്സില് പത്രൂസ് മത്തായി എന്ന് പറഞ്ഞ് ഈ മണിയാറുള്ള ഒരു അപ്പച്ചൻ വിദ്യാഭ്യാസം ഇല്ല, പക്ഷെ ബൈബിൾ മുഴുവൻ ഇങ്ങനെ പ്രസംഗത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കും, ഇങ്ങനെ പരിശുദ്ധാത്മാവിൽ പറഞ്ഞുകൊണ്ടിരിക്കും. ഈ മനുഷ്യൻ ദൈവദാസൻ എന്നിൽ വന്നിട്ട് 6-7 വയസ്സുള്ള ഒരു കുഞ്ഞെ എന്നെ ദെബോരയെ പോലെ ഞാൻ നിന്നെ കണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞ് എന്റെ തോളത്തോട്ട് കൈവച്ചിട്ട് ഈ അപ്പച്ചൻ പ്രവചിച്ചിട്ട് പോയി. അപ്പൊ എന്നോട് അന്ന് പറഞ്ഞൊരു വാക്കാണ്, ഓരോ ഇന്ത്യക്കാരും നിന്റെ ഭാഷ മനസ്സിലാകുന്ന ആരും ഇല്ലാത്തടത്ത് വേണം എനിക്ക് നിന്നെ ഉപയോഗിക്കാൻ. ഞാൻ ഇങ്ങനെ ചിന്തിച്ചു. ഞാൻ അവിടെ പോയി ഞാൻ തന്നെ കരഞ്ഞുപോയി. കർത്താവിന്റെ ദാസനാണ്, എന്റെ ഭാഷ മനസ്സിലാകും. എന്റെ ഭാഷ മനസ്സിലാകുന്ന ആരും ഇല്ല അവിടെ, ഒരു മനുഷ്യരും ഇല്ല. അങ്ങനെയുള്ളിടത്ത് ദൈവത്തിന് നിന്നെ അയക്കാൻ പദ്ധതി ഉണ്ടെങ്കിൽ, നിന്റെ ലിമിറ്റ് പറഞ്ഞുകൊണ്ടിരിക്കാതെ കർത്താവിന് വേണ്ടി പോകാൻ തയ്യാറാണെങ്കിൽ ദൈവം നിന്നെ അയക്കും. ഇവിടെ ഇത് വലിയ ദൈവപ്രവൃത്തി, അനേകർ അഭിഷേകം പ്രാപിക്കുന്നു, അനേകർ ദൈവകൃപ ഏറ്റെടുക്കുന്നു. അങ്ങനെ ഒരു ശുശ്രൂഷയായിരുന്നു എൻ്റെ. അത് കഴിഞ്ഞ് ഞാൻ തിരിച്ച് വീട്ടിൽ, അദ്ദേഹം തന്നെ എന്നെ സൗഖ്യമായി ക്ഷേമമായി വീട്ടിൽ കൊണ്ടുവരും. ഒരു നല്ല മനുഷ്യരാണെന്നറിയാം. നമ്മൾ അവരെ പറ്റി കേട്ടിട്ടുള്ള അവർ ഭയങ്കര എന്താ പറയാ, ക്രൂരന്മാരെന്നായിരുന്നു. നല്ല മനുഷ്യര്. വീട്ടിലെത്തിയപ്പം കർത്താവിന്റെ ദാസൻ പറയാ, കർത്താവിന്റെ ദാസൻ പോയി പ്രസംഗിച്ചിടയ്ക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ നിന്ന ഒരു പയ്യനാ ട്രാൻസ്ലേറ്റ് ചെയ്തോണ്ട് കർത്താവിന്റെ ദാസന്റെ സാക്ഷ്യം പറഞ്ഞുകൊണ്ടിരുന്നപ്പം ട്രാൻസ്ലേറ്റ് ചെയ്ത ആള് കണ്ണുനീരോടെ വലിയവായി നിലവിളിച്ചിട്ട് ഇറങ്ങി ഓടി. പിന്നെ വേറൊരാൾ വന്ന് ട്രാൻസ്ലേറ്റ് ചെയ്തു. എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ പദ്ധതി പ്രകാരം ദൈവം നിന്നെ ഒന്ന് അയക്കാൻ തയ്യാറായാൽ ദൈവം രാജ്യങ്ങളെ ഒരുക്കും, വേദികളെ ഒരുക്കും, വഴികളെ ഒരുക്കും. തിരിച്ച് ഫ്ലൈറ്റേ കയറി. അപ്പൊ ഇത്രയും ദിവസത്തെ റെസ്റ്റ്ലെസ് ആയിട്ടുള്ള യാത്രകളും ഓട്ടവും കർത്താവിനോട് ഞാൻ പറഞ്ഞു, കർത്താവ് ഈ ഫ്ലൈറ്റിൽ എനിക്ക് നല്ല ഉറക്കം തരണമേ, പ്രാർത്ഥിച്ചിട്ടാ കയറുന്നത്. ഞാൻ സുഖമായി 6 മണിക്കൂർ യാത്ര, ഒറ്റ ഉറക്കം തരണേ. ഫ്ലൈറ്റേ കയറി. എൻ്റെ അടുത്തൊരു സഹോദരി വന്നിരുന്നു. ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞു, നീ അവളോട് സംസാരിച്ചു തുടങ്ങാൻ, സുവിശേഷം പറ, എന്റെ വചനം അവളോട് പറ. ഞാൻ നോക്കിയപ്പോൾ അവളെ കണ്ടപ്പോഴേ മനസ്സിലായി, എനിക്ക് രാജ്യക്കാരിയാണോ എന്ന് പോലും സംശയം. അതുപോലത്തെ വേഷവിധാനങ്ങളും കണ്ടാലും അങ്ങനെ. കർത്താവിന്റെ ആത്മാവിനോട് പറഞ്ഞു, നീ എനിക്ക് അവളെ ആവശ്യമുണ്ട്, നീ അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, അവളോട് സംസാരിച്ചു തുടങ്ങി. ഞാനിങ്ങനെ ഇരിക്കുക, കർത്താവെ, ഞാൻ ഈ സുവിശേഷം പറയുന്നതുകൊണ്ട് ഈ മനുഷ്യർ, ഈ സഹോദരിക്ക് എന്തെങ്കിലും പിണക്കം ഉണ്ടായെങ്കിൽ ഇത്രയും പബ്ലിക്കിന്റെ മധ്യത്തിൽ വെച്ച് അവരെന്നെ വഴക്കുണ്ടാക്കും. ഞാൻ എന്തോ ചെയ്യണ്ടേ കർത്താവെ, എങ്ങനെ പറയണ്ടേ? കണ്ടാൽ തന്നെ നമുക്കൊരു ഒരു തരത്തിലുള്ള ഒരു ഓപ്പണിംഗ് ഇല്ല. ദിവസം പ്രാർത്ഥിച്ചുകൊണ്ട് ഇപ്പൊ കുറച്ച് കഴിയുമ്പോ ഈ പെങ്കൊച്ച് എന്നോട് ചോദിക്കാൻ തുടങ്ങി, എന്താണ് ഈ സന്തോഷത്തിന്റെ രഹസ്യം? ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എന്താണ് ഈ ചിരിയുടെ രഹസ്യം? പറഞ്ഞതാരാന്നറിയാമോ? ഒരു ഇന്ത്യൻ ക്രിക്കറ്ററിന്റെ ഭാര്യയായിരുന്നു. എനിക്കറിയത്തില്ലായിരുന്നു അവരൊരു ഇന്ത്യൻ ക്രിക്കറ്ററിന്റെ ഭാര്യയാണെന്ന്. ഇന്ത്യയിലെ ഒരു ക്രിക്കറ്റ് താരത്തിന്റെ ഭാര്യ എൻ്റെ കൂടെ യാത്ര ചെയ്ത് അവരോട് സുവിശേഷം പറയുവാൻ. അവര് കടന്നു പോകുന്ന പ്രശ്നം അവരെന്നോട് പറഞ്ഞില്ല, പക്ഷെ ദൈവാത്മാവിനോട് പറഞ്ഞു, നീ അവളെ തൊട്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞാൻ ഇങ്ങനെ തൊടുകയും അവരിങ്ങനെ പെട്ടെന്ന് ഞെട്ടിത്തെറിക്കുകയും അവർ കരയാനും തുടങ്ങി. അവർക്ക് മക്കളില്ലായിരുന്നു. പ്രാർത്ഥിക്കുകയും അവരിലേക്ക് ഒരു ദൈവ സാന്നിധ്യം ഇറങ്ങാനും ഇടയായി. ഞാൻ നിങ്ങളോടൊന്ന് പറയട്ടെ, നിന്റെ അസാധ്യതകളും നിന്റെ പരിമിതികളും പറഞ്ഞുകൊണ്ടിരിക്കുന്ന പരിപാടി നിർത്തി പരിശുദ്ധാത്മാവ് ഇന്ന് കൃത്യതയോടെ നിന്നോട് സംസാരിക്കുക. നിനക്ക് ഒത്തിരി മുമ്പോട്ട് പോകാനുണ്ട്, ഒത്തിരി കാര്യം ചെയ്യാനുണ്ട്, ഒത്തിരി കർത്താവിന് വേണ്ടി പ്രവർത്തിക്കാനുണ്ട്. നെഗറ്റീവ് കേട്ടും അവര് പറയുന്ന കമന്റ് കേട്ടും നിന്നിലുള്ള ദൈവകൃപ ചോർന്നു പോകാതെ ചിലതിനോടൊക്കെ ഹല്ലേലൂയ സാക്ഷ്യയിട്ട് പൂട്ടണം. ഞാൻ ഇന്നലെ ഒരു ക്ലാസ്സിൽ ഒരു പൈതലിനോട് പഠിപ്പിച്ചപ്പം രാജസ്ഥാൻകാരൻ ഒരു കുഞ്ഞാ, ഹല്ലേലൂയ, അവൻ വളരെ പ്രതിസന്ധി കൂടെ പോവാ. ഞാൻ അവനോട് പറഞ്ഞു, ഹല്ലേലൂയ, നീ തിരിച്ചു പ്രതികരിക്കരുത്, നിന്റെ കൃപ ചോർത്തിക്കളയരുത്. നീ ഒന്ന് ജസ്റ്റ് വായ അടച്ച് പൂട്ടിയിട്ട് താക്കോൽ എടുത്ത് എവിടെയും മാറ്റി വെച്ചേക്കാൻ പറഞ്ഞു. താക്കോൽ എടുത്ത് എവിടെയും വായ അടച്ച് പൂട്ടിയിട്ട് താക്കോൽ എടുത്ത് എവിടെയും പാത്ത് വെച്ചേക്കാൻ. അങ്ങനെയൊക്കെ പറ്റുമോ? വി ക്യാൻ ഡു ഇറ്റ്. ചിലതിനോടൊന്നും പ്രതികരിക്കാനേ പോകണ്ട. ഒരു പുഞ്ചിരിയെ അർഹതയുള്ളൂ എന്ന് പറഞ്ഞ ഒരു പുഞ്ചിരി, ഒരു ചെറിയ സിൻസിയറായ ഒരു സ്മൈൽ കൊടുക്കുക. തിരിച്ചു പ്രതികരിക്കാൻ നിൽക്കേണ്ട, ദൈവം നിനക്ക് വേണ്ടി പ്രതികരിക്കും. അവര് കാണുകെ ദാവീദിനെ ഏറ്റവും ഒറ്റപ്പെടുത്തിയെന്നേ, അവര് കാണുകെ ദൈവം അവനെ വലിയവനാക്കാൻ തുടങ്ങി. യോസഫിനെ പിടിച്ച്, ദർശനമുള്ളവനെ പിടിച്ച് കൊട്ടക്കൻ്റെ ഇടുന്നു. അവിടുന്ന് പൊത്തിഫേറിന്റെ അവിടെ പോകുന്നു, കാരാഗ്രഹത്തിലാകുന്നു.
എടാ, നിന്റെ ദർശനം ഒന്നും പോയിട്ടില്ല. ഹല്ലേലൂയ. വിടുതൽ പറഞ്ഞു, സാക്ഷ്യം പറഞ്ഞു, പാനപാത്രക്കാരന്റെ ഹല്ലേലൂയ വിചാരകനെ തിരിച്ചായി. അവൻ മറന്നുപോയി. പക്ഷെ ഫറവോൻ സ്വപ്നം കാണുന്ന ഒരു ദിവസമുണ്ടേ എന്ന് പറഞ്ഞ്, ഫറവോൻ സ്വപ്നം കാണുന്ന ഒരു ദിവസമുണ്ട്, അന്ന് അവൻ ഓർക്കും. ഇപ്പൊ ആളുകൾ മറന്നതിനായിട്ട് കരമുയർത്തി സ്തോത്രം പറഞ്ഞ്, നമ്മളെ സഹായിക്കാത്തതിനായിട്ട് സ്തോത്രം പറഞ്ഞ്, നമ്മളെ വിളിക്കാത്തതിനായിട്ട് സ്തോത്രം പറഞ്ഞ്, അന്വേഷിക്കാത്തതിനായിട്ട് സ്തോത്രം പറഞ്ഞ്, ഒരു ദിവസമുണ്ട് ദൈവത്തിന് പ്രവർത്തിക്കായിട്ട്. അപ്പൊ പരിശുദ്ധാത്മ നിയോഗത്തോടെ മുമ്പോട്ട് പോവുക, ഒത്തിരി മുമ്പോട്ട് പോവുക, ഒത്തിരി കാര്യം ചെയ്യാനുണ്ട്. ഈ ഒരു മെസ്സേജിനകത്ത് തന്നെ ഒരു കാര്യം കൂടെ ഞാൻ പറയട്ടെ. ആത്മനിറവിനെ കുറിച്ച് ഞാൻ പറഞ്ഞു, ആത്മഫലത്തെ കുറിച്ച് പറഞ്ഞു. ചർച്ചുമായിട്ടുള്ള ബന്ധത്തിൽ ശ്രദ്ധിച്ചോണേ, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം പറയാനുണ്ട്. സഭയുടെ ഐക്യത. എല്ലാവരും ഒന്ന് എഴുതി വെച്ചു. എന്നിലൂടെ സഭയിൽ, ദൈവസഭയിൽ ഐക്യത ഉണ്ടാവണം. എഴുതി വെച്ചേ. ഓരോ സഹോദരിമാരും എഴുതി വെക്കേണ്ട കാര്യമാണ്. എന്നിലൂടെ ദൈവസഭയിൽ ഐക്യത ഉണ്ടാകണം. ദൈവസഭയുടെ ഐക്യത കളയുന്ന ചിന്തയോട് നോ പറയുക. വാക്കുകൾ കേൾക്കുമ്പോൾ അവിടെ നിൽക്കരുത്. കർത്താവ് അവരുടെ ഇടയിൽ നിന്ന് മാറിപ്പോയതുപോലെ ചിലയിടത്തുനിന്ന് ഓടി മാറുക. നീയോ ദൈവത്തിന്റെ മനുഷ്യനായിട്ട്, തെസ്സലോനിക്കരുടെ ഭാഗത്തെ വാക്യം, നീയോ ദൈവത്തിന്റെ മനുഷ്യനായല്ലോ, തിമോത്തിയോസിലും അത് വിട്ടോടണം. ചിലതിനെ വിട്ടോടണം. നോ, എന്നെ അവിടെ കിട്ടത്തില്ല, എന്റെ സ്പേസ് അതല്ല. അവിടെ നിൽക്കണ്ട, പിന്നെ നിൽക്കണ്ട. ആർക്ക് എന്തോ വിചാരിക്കുന്നു ഓർക്കണ്ട. എനിക്ക് ഒരു ചില തിരക്കൊണ്ടേ എന്ന് പറഞ്ഞ് അവിടുന്ന് ചെറിയ പുഞ്ചിരി കൊടുത്ത് ഒരു സാവധാനത പറഞ്ഞ് അവിടുന്ന് അങ്ങ് മാറിയേക്കണേ. നമ്മുടെ സ്ഥലം അതല്ല. ദൈവം നമ്മളെ അവിടെ പ്രതീക്ഷിക്കുന്നില്ല. ദൈവം നമ്മുടെ ഫോൺ സംഭാഷണങ്ങളെല്ലാം റെക്കോർഡ് ചെയ്യുന്നുണ്ട്. എത്ര പേർക്കറിയാം? ദൈവം നമ്മുടെ ഫോൺ സംഭാഷണങ്ങളെ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. എത്ര പേർക്കറിയാം? മനുഷ്യൻ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. സൈബർ സെല്ലിൽ പോയാൽ എല്ലാം കിട്ടും. മനുഷ്യൻ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. സൈബർ സെല്ലിൽ പോയാൽ കംപ്ലീറ്റ് റെക്കോർഡും കിട്ടും. മനുഷ്യനെ റെക്കോർഡ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്റെ തമ്പുരാന്റെ ജ്ഞാനത്തിനപ്പുറം ആരാ ജ്ഞാനം? എല്ലാം റെക്കോർഡ് ചെയ്യപ്പെടുന്നുണ്ട്. 1 തിമോത്തി 6:11. താങ്ക് യു പ്രീത സിസ്റ്റർ. നീയോ ദൈവത്തിന്റെ മനുഷ്യനായുള്ളവേ, ചിലതിനെ വിട്ടോടുക. ഞാൻ ഇച്ചിരി ബിസിയാണേ, പിന്നെ വിളിക്കാമേ. അറിഞ്ഞായിരുന്നോ? നമുക്ക് ഇനി ഇതിനകത്തൊരു ദൂതറ ഞാൻ പറയാം. ഈ ദിവസങ്ങളിൽ ദൈവത്തിനോട് വിട്ടത് നമുക്കെതിരെ ഭയങ്കര പണി പണിതവരൊക്കെ കാണും. അവർ അറിവില്ലായ്മയെ ചെയ്തു പോയതാ. സത്യം പറഞ്ഞാൽ ആ മനുഷ്യര് പാവങ്ങളാ. അതിന്റെ പുറകിൽ പ്രവർത്തിച്ച ഈ പുള്ളിയെ കണ്ടാൽ മതി. മനസ്സിലായോ? മറ്റേ പുള്ളിയാ. ദൈവത്തിന് സ്വന്തം ആ കൊമ്പുവാലായ അതിന്റെ പുറകിലെല്ലാം ഉണ്ട്. അല്ലാതെ ആ മനുഷ്യൻ പാവോ കേട്ടോ. ഇത്രയും ചിന്തിച്ചാൽ മതി. അപ്പൊ കഴിഞ്ഞ ദിവസം എന്നോട് ആൾ അറിഞ്ഞായിരുന്നോ ആന്റിക്കെതിരെ പറഞ്ഞ ആ പുള്ളി ഉണ്ടല്ലോ, ആ പുള്ളി ആക്സിഡന്റ് ആയി തന്റെ ബോധമില്ലാതെ കിടക്കുന്നു. ഞാൻ അവിടെ പറഞ്ഞു, എന്റെ സഹോദരി ഇവിടം കൊണ്ട് നിർത്തിയേക്കണേ. ആ സഹോദരൻ വെറും പാവോ. ഇന്ന് മുതൽ ഞാൻ ഉപസിക്കുക ആ മനുഷ്യന്റെ വിടുതലിനായിട്ട്. പറ്റുമോ? ആ മനുഷ്യന്റെ വിടുതലിനായിട്ട് നീ ഉപസിക്കുക. ദൈവം നോക്കുക ഇതൊക്കെ. അത് കേൾക്കുന്നുണ്ടെ നിന്റെ ഇതിങ്ങനെ പറ്റും? നോ, അതൊക്കെ ഓൾഡ് ടെസ്റ്റ്മെന്റ് തിയോളജിയാ. പറ, യേശുക്രിസ്തുവിന് അതില്ല. യേശുക്രിസ്തുവിന് അതില്ല. തന്നെ ശകാരിച്ചവരോട് പകരം ശകാരിക്കാതെ, കഷ്ടം അനുഭവിച്ചിട്ട് ഭീഷണം പറയാതെ ന്യായമായി വിധിക്കുന്നവെങ്കിൽ കാര്യം ഭരമേൽപ്പിക്കത്രേ ചെയ്തത്. ക്രിസ്തുവേശുവെങ്കിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. വിട്ടുകള. മനസ്സിനകത്ത് ഒരു കാര്യവും ഇല്ല. അത് പിശാചിന്റെ ഒരു അറ്റാക്കായിട്ട് മാത്രം കാണുക. എന്നിട്ട് അതിനെ ഓവർകം ചെയ്യുക, ചിരിച്ചുകൊണ്ട് ഫേസ് ചെയ്യുക. അതിനാ പരിശുദ്ധാത്മാവിനെ പകർന്നേക്കുന്നത്. ഇത് കണ്ടോ? ഈ മെസ്സേജിന്റെ ഒരു ശ്രേഷ്ഠത നിങ്ങൾ ചിന്തിച്ചോ? ദൈവാത്മാവ് പ്രവർത്തിച്ചത് നിങ്ങൾ കണ്ടോ? ഒരു ബഹളവും ഇല്ലെങ്കിലും ഹൃദയത്തിന്റെ ആഴത്തിൽ മുറിവ് കൊണ്ട് ഒത്തിരി പേര് കരയുന്നുണ്ട്. ഒരു ആരാധന, ഒരു അന്യഭാഷ പോലും ഇവിടെ ഉയർന്നില്ല. ദൈവത്തിന്റെ ആത്മാവ് പ്രവർത്തിച്ച് ഒത്തിരി പേര് ഇവിടുന്ന് കരയുന്നുണ്ട്. വാട്ട് ഇസ് റീസൺ? ദൈവത്തിന്റെ ആത്മാവിന് പ്രവർത്തിക്കാൻ ശാന്തതയിലാണ്. ഒരു മൃദുസ്വരം. തീ കണ്ടു, ഭൂകമ്പം കണ്ടു, ഒരു മൃദുസ്വരം. എന്താ ഇവിടെ കാര്യം? ഇവിടം കൊണ്ട് അതിന്റെ ശുശ്രൂഷ അവസാനിച്ചെന്ന് പറയുന്നവരുണ്ടാകും. നിന്നെ ഭീഷണിപ്പെടുത്തുന്നവരുണ്ടാകും. നിനക്ക് ചർച്ച മാറ്റുന്നവരുണ്ടാകും. നിന്റെ നന്മ തടയുന്നവരുണ്ടാകും. നിനക്കുള്ള എൻ്റെ കഴിഞ്ഞ ദിവസം എൻ്റെ കൂടെ പഠിപ്പിക്കുന്ന അധ്യാപകൻ ഒത്തിരി സങ്കടം പറഞ്ഞു. എൻ്റെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, എനിക്ക് കിട്ടേണ്ട ഒരു നല്ല ചാൻസ് ഇന്നയാൾ ഒതുക്കി പാര വെച്ച് കളഞ്ഞു. ഞാൻ ആ ദൈവദാസനോട് പറഞ്ഞു, അയ്യോ എൻ്റെ ദൈവദാസ, ആ മനുഷ്യനല്ല മാറ്റിയത്. ആ മനുഷ്യന് അത്രേ ചെയ്യാൻ പറ്റത്തുള്ളൂ. ദൈവത്തിന് നിന്നെ അടുത്ത സ്റ്റേജിലേക്ക് ഉപയോഗിക്കാൻ കഴിയും. നിന്റെ ശുശ്രൂഷ അടുത്ത തലത്തിലേക്ക് ഉപയോഗിക്കാൻ കഴിയും. കൂടെ പഠിപ്പിക്കുന്ന അധ്യാപകൻ വന്ന് സങ്കടം പറഞ്ഞു, ഗൾഫിലേക്ക് പോകേണ്ട ഒരു ചാൻസ് വേറൊരാരോ പാര വെച്ച് അത് കളഞ്ഞു. ഇനി ഞാൻ എന്തോ ചെയ്യും? എന്റെ പിള്ളേരെ എങ്ങനെ പഠിപ്പിക്കും? ഞാൻ ചോദിച്ചു, ഈ പിള്ളേരെ പഠിപ്പിക്കുന്നത് അവിടുത്തെ കാശ് കിട്ടാണോ? നീ ഇന്ന് ഇവിടെ ദൈവത്തിന് വേണ്ടി നിന്നാൽ എന്റെ തമ്പുരാൻ ആകാശം തുറക്കും. ഇത് അനുഭവത്തിൽ എന്നാ പറയുന്നത്. ഞങ്ങളുടെ മൂത്ത മകനെ ഇന്നലെ ജോലി കിട്ടി. അവനെ പഠിക്കാൻ പോയി.
പഠിക്കാൻ പോയ സമയത്ത് 4 ബാങ്കിൽ ഞങ്ങൾ പോയി ലോണിന്. ഒരു ബാങ്കിൽ നിന്ന് ലോൺ കിട്ടിയില്ല. ഒരു ബാങ്കിൽ നിന്ന് ലോൺ കിട്ടിയില്ല. അവന്റെ പഠിത്തം വിജയകരമായി പൂർത്തിയാക്കി അവൻ ജോലിയിലും പ്രവേശിച്ചു. എന്റെ തമ്പുരാൻ തരുന്ന വഴിയുണ്ടല്ലോ, ഒരു പലിശയും, നീ പറ, ഒന്ന് സ്വതന്ത്രം പറഞ്ഞേ, ഒരു വായ്പ പോലും കൊടുക്കാതെ, ഹാലയിൽ ഒരു പലിശ കൊടുക്കാതെ, ദൈവത്തിന് സ്തോത്രം, ദൈവസന്നിധിയിൽ ക്രമീകരിച്ച് നീ അറിയണ്ട, തമ്പുരാൻ മുൻപ് നിനക്ക് തക്ക സമയത്ത് ദൈവം കരുതിയിരിക്കും. തലമുറയെ തന്നത് ദൈവമാ, വിവാഹം അനുഗ്രഹിക്കപ്പെട്ട രീതി നടക്കും. ഒന്ന് സ്തോത്രം പറഞ്ഞേ. തലമുറയെ തന്നത് ദൈവമാ, അതിനുള്ള മക്കളെ ദൈവം ഒരുക്കിയതിനായിട്ട് സ്തോത്രം. എനിക്ക് 2 പെൺമക്കൾ വരുന്നുണ്ട്. ഞാൻ അവരെ ഓർത്തിപ്പോഴേ സ്തോത്രം ചെയ്യാറുണ്ട്. നിങ്ങൾ സ്തോത്രം പറയാറുണ്ടോ? എന്റെ 2 പെൺമക്കൾ എവിടെയോ ഒരുക്കപ്പെടുന്നുണ്ട്. ആരറിഞ്ഞു? ഇപ്പൊ ഒരുപക്ഷെ എന്റെ മെസ്സേജ് കേൾക്കുന്നുണ്ടാവും. ആരറിഞ്ഞു? അവരെവിടെ ഒരുക്കപ്പെടുന്നുണ്ട്. അവര് വരും ദൈവത്തിന്റെ സമയത്ത്. എവിടെ അഡ്രസ് ഒന്നും ആർക്കും അറിയത്തില്ല. പക്ഷെ സമയമാകുമ്പോ അഡ്രസ്സും എല്ലാം കൊടുത്ത് ഈ ദൈവം ആളെ വിടും. നിങ്ങൾ അങ്ങനെ വിശ്വസിക്കണം. എല്ലാ കാര്യങ്ങളും ആശയ്ക്ക് വിരോധമായി ആശയോടെ മരിച്ചവരെ ജീവിപ്പിക്കുക, ഇല്ലാത്തതിൽ നിന്നും ഉള്ളതിനെ വിളിച്ചു വരുത്തുവാൻ കഴിയുന്ന ദൈവത്തെ അബ്രഹാം ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ചതുപോലെ വിശ്വാസത്തിന്റെ സ്റ്റെപ്പുകൾ വെക്കുക, മുമ്പോട്ട് നീങ്ങുക. അതെ, ഞാൻ ഇനി അടുത്തൊരു ഒരു സ്റ്റേറ്റ്മെന്റ് നിങ്ങളെ നോക്കി ഓരോരുത്തരെ എത്ര പേരുണ്ട് ഇപ്പം? യെസ്, ഇപ്പൊ ഈ 86 പേരുണ്ട്. ഈ 86 ഡിവൈസിനെ നോക്കി എല്ലാവരോടും പറയട്ടെ, യു ആർ എ ഫെയ്ത്ത് വുമൺ. എഴുത്, ഐ ആം എ ഫെയ്ത്ത് വുമൺ. നിങ്ങളുടെ ബുക്കിൽ എഴുതി വെക്കുക, നിങ്ങളുടെ പേപ്പറിൽ എഴുതി വെക്കുക, നിങ്ങളുടെ ബൈബിളിൽ എഴുതി വെക്കുക. ഇന്ന് നിങ്ങൾ നിങ്ങളുടെ പേരെഴുതുക, നിങ്ങളുടെ പേര് അവിടെ എഴുതുക. നിങ്ങളുടെ ഡിസ്ക്രിപ്ഷൻ, ജെയ്നി ഈസ് എ ഫെയ്ത്ത് വുമൺ. ആർ യു എ ഫെയ്ത്ത് വുമൺ? Are you a woman of faith? Tell yourself, I am a woman of faith. I am a woman of faith. Who is living in me? The Creator is living in me. എന്നിൽ വസിക്കുന്നത് സൃഷ്ടാവായ ദൈവമാണ്. എൻ ക്രിസ്റ്റോസ് എന്നുള്ള ഒരു വലിയ ഗ്രീക്ക് ടൈമാണ്. സമയം പോയി. ലെറ്റ് മീ സ്റ്റോപ്പ് ഹിയർ. എൻ ക്രിസ്റ്റോസ് എന്നുള്ള ഗ്രീക്ക് ടൈമാണ് അവർ ഉപയോഗിച്ചിരിക്കുന്നത്. I am in Christ. I am in Christ. ഞാൻ യേശുവിനെ തിരഞ്ഞെടുത്തല്ല, നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കേ. 15-16 യോഹന്നാൻ കടാപറ. നിങ്ങൾ പോയി ഫലം കായ്ക്കേണ്ടതിന്, നിങ്ങളുടെ ഫലം നിലനിൽക്കേണ്ടതിനും നിങ്ങളെ ആക്കി വെച്ചുമിരിക്കുന്നു. ഫലം കായ്ക്കുക, നിലനിൽക്കുന്ന ഫലം കായ്ക്കുക, കർത്താവിനോട് ചേരുക. ഇവിടെ ശരി കണ്ടില്ലെങ്കിൽ നോ പ്രോബ്ലം, അവിടെ നമുക്ക് ഒന്നിച്ച് ദൈവത്തെ ആരാധിക്കാൻ ഇടയാകട്ടെ. കണ്ണുകളെ അടയ്ക്കാം, ഈ സമർപ്പണത്തിലേക്ക് ഇറങ്ങാം. കർത്താവ്, ഇന്നു മുതൽ എനിക്കൊരു ദൈവാത്മ നിയോഗിതമായ ഒരു ജീവിതം വേണം. പ്രാർത്ഥന മുറിയിൽ ദൈവ സാന്നിധ്യം ഞാൻ അനുഭവിക്കും. എന്റെ കുടുംബ ജീവിതത്തിൽ, എന്റെ വ്യക്തി ജീവിതത്തിൽ, എന്റെ പ്രൊഫഷണൽ ലൈഫിൽ, എന്റെ ഫാമിലിയിൽ, എന്റെ മിനിസ്ട്രിയിൽ, വേറെവർ ഐ ഗോ, ഐ വിൽ ബി എ യുണീക് പേഴ്സൺ. ഒഴുക്കിനൊത്ത് നീന്തുന്ന ലക്ഷക്കണക്കിന് ആളുകൾ കാണും, അതിന്റെയും ഇതിന്റെയും പുറകെ പോകുന്നവര്. പക്ഷെ നിന്നെ ആക്കി വെച്ചെടുത്ത് ഒഴുക്കിനെതിരെ നീന്തി കർത്താവിന് വേണ്ടി നിൽക്കുവാൻ ദൈവം ഇടയാക്കട്ടെ. അതിനായി പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പകർന്നേക്കുന്നത്. സ്വർഗീയ പിതാവേ, നിറവിനായിട്ട് സ്തോത്രം. ഇന്ന് പകൽ എത്ര പേർ സമർപ്പിക്കും? കർത്താവെ, ഈ നിറവിന്റെ ആഴത്തിനായിട്ട് സ്തോത്രം. ഓരോ വ്യക്തികളെയും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കരങ്ങൾ സ്വർഗത്തിലേക്ക് ഒന്ന് ഉയർത്തിയാൽ മതി. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ലബൽ ഖബാരവ ശിഖര ഹംദലം ഫിബൽ ഖബാരവ. കർത്താവെ, ഓരോ വ്യക്തികളെയും തൊട്ട് സംസാരിച്ചു ആഴത്തിൽ രൂപാന്തരം വരുത്തി, മാനസാന്തരം വരുത്തി പ്രവർത്തിച്ചതിനായിട്ട് സ്തോത്രം. അടിയനോട് ദൈവത്തിന്റെ വചനം ആഴത്തിൽ ഇടപെട്ടു വലിയ രൂപാന്തരം തന്നതിന് നന്ദി പറയുന്നു. ക്രമീകരണം തന്നതിന് നന്ദി പറയുന്നു. പ്രയോറിറ്റി എപ്പോഴും കർത്താവിലായി, ഹോളി സ്പിരിറ്റ് കൺട്രോൾഡായി, ഗോഡ് സെന്റേർഡായി, ദൈവോന്മുഖമായി, കർത്താവെ ദൈവ കേന്ദ്രീകൃതമായി, ക്രിസ്തുവിന് അനുരൂപരായി, പരിശുദ്ധാത്മ നിയന്ത്രിതരായി ജീവിക്കുവാൻ ഞങ്ങളെ പിന്നെയും സഹായിക്കണം. രോഗികളായ ഈ പ്രിയപ്പെട്ടവരെ സൗഖ്യമാക്കണം. ഇപ്പോൾ തന്നെ ആ രോഗബന്ധനമേ നീ അഴിഞ്ഞു മാറി യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ. ക്ലേശങ്ങൾ വിട്ടുമാറിപ്പോകട്ടെ. സൗഖ്യം വ്യാപരിക്കട്ടെ, സൗഖ്യം വ്യാപരിക്കട്ടെ. വിശ്വാസത്തിന്റെ സ്റ്റെപ്പുകൾ വെക്കുവാൻ ഇടയാക്കണം. വിശ്വാസത്തിന്റെ വാക്കുകൾ പറയുവാൻ ഇടയാക്കണം. കർത്താവെ, വലിയ ദൈവകൃപയുടെ ആഴം വ്യാപരിക്കണം. സ്വർഗീയയാണ്, ഞാൻ ഇവിടുത്തുകാരിയല്ല എന്നുള്ള ബോധ്യത്തോടെ വിശുദ്ധ ജീവിതം നയിക്കുവാൻ അടുത്തൊരു ലെവൽ അനോയിൻമെന്റ് പിന്നെയും കർത്താവ് പകരണം. എന്റെ പ്രിയപ്പെട്ടവരെ അനുഗ്രഹിക്കണം, ഒരു ഫാമിലി അനുഗ്രഹിക്കണം, ഒരു മക്കളെ അനുഗ്രഹിക്കണം. കർത്താവിന്റെ വരവ് താമസിച്ചാൽ ഞങ്ങൾ ഒന്നിച്ച് കർത്താവിനെ കാണുവാൻ, ദൈവത്തെ സ്തുതിക്കുവാൻ ഞങ്ങൾക്ക് ഒരു അവസരം തരണം. ഇല്ല കർത്താവെ, അങ്ങനെയാണെങ്കിൽ അവിടെ നിന്നോടുകൂടെ ഞങ്ങൾ ഒന്നിച്ച് ദൈവത്തെ സ്തുതിക്കുവാൻ ഇടയാക്കണം. എല്ലാവരെയും അനുഗ്രഹിക്കണം, കൃപയ്ക്കുള്ളിൽ മറക്കണം. നീക്കുന്ന അധികാരത്തിൽ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ
ഞാൻ ഈ പ്രിയപ്പെട്ടവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ മീറ്റിംഗ് ലീഡ് ചെയ്യുന്ന എബനേസർ മലയാളം ഫെലോഷിപ്പിനായിട്ട് സ്തോത്രം, ഫേബർ സിസ്റ്ററായിട്ട് അവിടെയുള്ള എല്ലാ ബഹുമാന്യ ദൈവദാസിമാർ, ഇന്ന് മീറ്റിംഗ് ലീഡ് ചെയ്ത നിമ്മി സിസ്റ്റർ, കർത്താവെ പ്രിയ ദൈവദാസി, എല്ലാവരെയും ഏൽപ്പിക്കുന്നു. എല്ലാവരെയും അനുഗ്രഹിക്കണം, കൃപയ്ക്കുള്ളിൽ മറയ്ക്കണം. പ്രാർത്ഥന കൂട്ടുന്നു യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. ഞാനൊരു കാര്യം നിങ്ങളോടെല്ലാം പറയട്ടെ, ബി എ ഫെയ്ത്ത് വുമൻ. Be a faith woman. A faith woman will be a faithful woman. A faithful woman will be a prayerful woman. A prayerful woman will be a spiritful woman. Oh my God. Be a faith woman. God bless you. Love you.